അവനോ എൻ്റെ മേൽ അവകാശം ഇല്ല. ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രജയം അറിയും. എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് പറയും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടി മെതിക്കുവാൻ കർത്താവ് എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും എന്ന് സുവിശേഷം പ്രസംഗിപ്പാനും, രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും, ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും, അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ വലിയ അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ പ്രവർത്തനങ്ങൾക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ നിന്ന് മുന്നോട്ട് പോകാം. എല്ലാ മേഖലയിലും നമ്മളെ സഹായിക്കുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവ് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ഇന്ന് ചെയ്യുക തന്നെ ചെയ്യും. വലിയ അത്ഭുതങ്ങളാൽ പരിശുദ്ധാത്മാവ് നിറയ്ക്കുക തന്നെ ചെയ്യും. വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവ് നമുക്ക് വേണ്ടി വീര്യപ്രവൃത്തികളെ ഇന്ന് ചെയ്യും. ആമേൻ. ദൈവത്തെ സ്തുതിക്കാം. കർത്താവിൻ്റെ സ്ഥിരസന്നിധിയിൽ നമുക്ക് നന്ദിയോടെ ദൈവത്തെ വാഴ്ത്താം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തികളെ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വർണ്ണിക്കാം. എല്ലാ മേഖലയിലും ദൈവം നമ്മളെ സാക്ഷ്യമാക്കി മാറ്റുന്നല്ലോ. സകലത്തിലും ദൈവം അനുഗ്രഹമാക്കി മാറ്റുന്നല്ലോ. കർത്താവ് നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട്, ദൈവത്തിൻ്റെ കൃപ നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് എല്ലാ മേഖലയിലും നമ്മളെ സാക്ഷിയാക്കുന്നൊരു നല്ല കർത്താവുണ്ട്. സ്തുതിക്കാം, ദൈവത്തെ വാഴ്ത്താം. നമുക്ക് നന്ദിയോടെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മുന്നോട്ട് പോകാം. തുടർമാനമായി നമ്മൾ കർത്താവിൻ്റെ വചനം കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു വരുന്നല്ലോ. ഇന്നും കർത്താവ് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യും. ഇന്നും കർത്താവ് നമുക്ക് വേണ്ടി വലിയ പ്രവൃത്തികളെ ചെയ്യും. പ്രതീക്ഷ കൈവിടരുതേ. വിശ്വാസത്തിൽ ഇന്ന് നിലനിൽക്കണമേ. ദൈവം നമ്മുടെ കൂടെ തന്നെയുണ്ട്. ആമേൻ. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം, ഒരുമിച്ച് കർത്താവിനെ വാഴ്ത്താം, ഒരുമിച്ച് ദൈവസന്നിധിയിൽ നന്ദിയോടെ ദൈവസന്നിധിയിൽ നമുക്ക് എല്ലാ മേഖലയിലും മുന്നോട്ട് പോകാം. സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കുന്നല്ലോ. ആമേൻ. കഴിഞ്ഞ ദിവസത്തെ കോട്ടയത്തെ മീറ്റിംഗ് വളരെ വളരെ അനുഗ്രഹമായിരുന്നു. എനിക്ക് വ്യക്തിപരമായി. നിങ്ങൾക്ക് ആ പ്രാർത്ഥന അനുഗ്രഹമായിരുന്നു. പ്രയർ സ്റ്റേഷന്റെ പ്രാർത്ഥന. ആമേൻ. കർത്താവ് വലിയ വലിയ ദൈവപ്രവർത്തികളാലും വലിയ ആലോചനകളാലും പരിശുദ്ധാത്മാവ് അത് നൽകുവാൻ ഇടയായി തീർന്നു. വന്ന ഓരോ വ്യക്തികളും ഓരോ പ്രയർ സ്റ്റേഷനിലും പ്രാർത്ഥനയ്ക്കായിട്ട് വരുന്നവരെ നിങ്ങൾ ആ ദൈവത്തിൻ്റെ നിയോഗത്തിൻ്റെ അകത്താണ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും നിങ്ങളെ നിർബന്ധിക്കാത്തത്. കാര്യം നമ്മുടെ ഹൃദയത്തിൽ ആ ഒരു തോന്നലുണ്ടാകണം, കർത്താവിൻ്റെ സന്നിധിയിൽ എനിക്ക് പോകണം. അല്ലാതെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും തൃപ്തി ഉണ്ടാകത്തില്ല. കർത്താവിൻ്റെ നിയോഗത്തിൻ്റെ അകത്ത് വരുന്നതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും തൃപ്തി ഉണ്ടാകുന്നത്, സന്തോഷം ഉണ്ടാകുന്നത്. ഒരു സമയം വരെ നമ്മുടെ വിഷയങ്ങൾ ഇങ്ങനെ പോയാലും ഭാരപ്പെടരുത്. ദൈവം നമ്മുടെ വിശ്വസ്തതയെ എണ്ണുന്ന ദൈവമാണ്. നമ്മൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നതൊക്കെ അതെല്ലാം പ്രതിഫലമുണ്ട്. നമ്മൾ കർത്താവിന് വേണ്ടി എന്തേലുമൊക്കെ ചെയ്താൽ അതിനെല്ലാം പ്രതിഫലം ദൈവം തരും. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട, കർത്താവ് നമുക്ക് പ്രതിഫലം തരും. ആമേൻ. ഇന്ന് പ്രത്യേകിച്ച് ഞാൻ എല്ലാവരെയും ഓർത്ത് സ്തുതിക്കുകയാണ്. കാരണം വളരെ നന്നായിട്ട് തന്നെ പ്രത്യേകിച്ച് എല്ലാ ജില്ലയിലും ഞാനിവിടെ നമ്മുടെ വർഗീസ് ബദറിനെയും അജിത സിസ്റ്ററിനെയാണ്, അവർ രണ്ട് സഹോദരങ്ങളെയാണ് ഞാനവിടെ ദൈവകൃപയാൽ അവരെ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് നമ്മുടെ കൂട്ടായ്മയിൽ. അത് കൂടാതെ ഓരോ ജില്ലയിലും കർത്താവിൻ്റെ സുവിശേഷം ചെയ്യുവാൻ വേണ്ടി സഹോദരങ്ങൾ ഒത്തുകൂടി എറണാകുളത്തും കൊല്ലത്തും കോട്ടയത്തും ഒക്കെ നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ പേരെടുത്ത് പറയുവാണെങ്കിൽ എല്ലാവരുടെയും പേര് പറയുന്നത് വിട്ടുപോയി കഴിഞ്ഞാൽ അതൊരു വിഷമായി പോകണ്ട. ഞാൻ പിന്നെ എല്ലാവരുടെയും പേരെടുത്ത് പറയാഞ്ഞത്. എങ്കിലും കർത്താവിൻ്റെ കൃപയാൽ നിങ്ങൾ ഒത്തിരി സഹായമായിരുന്നു, ഒത്തിരി കൈത്താങ്ങായിരുന്നു. പ്രത്യേകിച്ച് ഈ കൂട്ടായ്മയിൽ ഏറ്റവും വലുത് നമുക്ക് എന്താ പറയുന്നത്, അതിനൊരു സപ്പോർട്ട് ചെയ്യുന്ന സഹോദരങ്ങൾ, അത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. മുന്നോട്ടും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. കർത്താവ് ഏറ്റവും വലിയ കൃപയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വിശ്വാസ ജീവിതത്തിൽ ശുശ്രൂഷ ആരംഭിക്കുന്ന സമയത്ത് 2012 ഒറ്റയ്ക്കായിരുന്നു. ദൈവത്തിൻ്റെ ഒരു ശബ്ദം കേട്ട് മാത്രം ഇറങ്ങിയതാണ്. അന്ന് കൂടെ വരാനോ കൂടെ നിൽക്കാനോ ഒന്ന് സഹായിക്കാനോ ഒന്നും ഒരാൾ പോലാത്തൊരു സമയം ഉണ്ടായിരുന്നു. അത് വലിയൊരു ഭാരമായിട്ട് എനിക്ക് അന്ന് തോന്നിയില്ല. കാരണം ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ ഉള്ളത്തിൽ കർത്താവിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് എന്തൊക്കെ സ്ട്രഗിൾ വന്നാലും എന്തൊക്കെ ഞാനതെല്ലാം എൻജോയ് ചെയ്യും. കാരണം കർത്താവിൻ്റെ നാമത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. കർത്താവിൻ്റെ നാമത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര അങ്ങനെ വേണം നമ്മളെല്ലാ കൊണ്ട് നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ ചെയ്യണം. അതുകൊണ്ട് ആർക്കും ഒരു ഭാരം വന്നില്ല. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പോയി. ഇത് ഞാനൊരു മിനിസ്ട്രിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ള ചിന്ത ഒരിക്കലും വരരുത്. അപ്പോഴാണ് നമുക്ക് പ്രശ്നം ഉണ്ടാകുന്നത്. ഞാൻ ആർക്കോ ഒരു വ്യക്തിക്ക് വേണ്ടി ചെയ്യുക എന്നൊരു ചിന്ത വരരുത്. ഈ കൃപ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും മുന്നോട്ട് പോട്ടെ. ഞാൻ യേശുവിൻ്റെ ഒരാൾ വിടുവിക്കപ്പെടുന്നത് ഞാൻ മുഖാന്തരമെങ്കിൽ അത് കർത്താവ് എന്നെ ഉപയോഗിച്ചതാണല്ലോ എന്ന വലിയ സന്തോഷം എപ്പോഴും ഉണ്ടായിരിക്കണം. ആ സന്തോഷം നിലനിൽക്കട്ടെ. ഇനിയും ദൈവം നിങ്ങളെ ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ. ഓരോ പട്ടണത്തിലും എനിക്കറിയാം, ഞാൻ പ്രതീക്ഷിച്ചാലും അപ്പുറമായി സഹോദരങ്ങൾ കൂടെ നിന്നു.
ദൈവരാജ്യം വളരണം. ഞാൻ പറഞ്ഞല്ലോ, വലിയ പ്രതിസന്ധികൾ ലോകത്തിൽ വരുവാൻ പോകുന്നു. യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും പറ്റി നമ്മൾ കേൾക്കും. അപ്പം നമ്മൾ ഒരുങ്ങണം, കർത്താവിൽ നമ്മൾ ഒരുങ്ങണം. നമ്മൾ ഇപ്പോൾ ഒരുങ്ങേണ്ടതാണ് നാളെ വരുന്ന അനർത്ഥത്തിൽ നിന്ന് നമ്മളെ വിടിവിക്കുന്നത്. ആമേൻ. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഈ ഓരോ പ്രയർ സ്റ്റേഷൻ കഴിയുമ്പോഴും കർത്താവ് പുതിയ പുതിയ ആളുകളെ നമുക്ക് തരുന്നതിനായി ദൈവത്തിന് സ്തുതിക്കുന്നു. ഇനിയും കർത്താവ് നിങ്ങളെ സമൃദ്ധമായിട്ട് നടത്തട്ടെ. വലിയ സന്തോഷം. കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ഇനിയും ആ എരിവ് വർദ്ധിക്കട്ടെ. കർത്താവിന് വേണ്ടി ചെയ്യുവാനുള്ള എരിവ് ഉണ്ടാകട്ടെ. ആമേൻ. ഞാൻ വേഗത്തിൽ ഒരു വാക്യം വായിക്കാം. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 38-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞേക്കുന്നത്: എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിലോ അവൻ്റെ ഉള്ളത്തിൽ പ്രസാദമില്ല. അപ്പൊ കർത്താവ് പറയുന്നു, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. നോക്കിക്കേ, അപ്പം നമ്മുടെ ജീവിതം വിശ്വാസത്താലുള്ള ജീവിതമാണ്. പലപ്പോഴും വിശ്വാസ ജീവിതം എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ മനസ്സിലേക്ക് എന്താണ് വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ ആദ്യം വരുന്ന ഒരു ചിന്തകൾ എന്തൊക്കെയായിരിക്കാം? വിശ്വാസ ജീവിതം എന്ന് പറയുമ്പോൾ യേശുവിന്റെ കൂടെ ജീവിക്കണം, സത്യസന്ധമായിട്ട് ജീവിക്കണം. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കറിയാം അല്ലേ? എന്താണ് വിശ്വാസ ജീവിതം? വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ടൂളാണ്. നമുക്കറിയാം, നമ്മുടെ ഈ ലോകത്തിൽ ജീവിക്കണമെങ്കിൽ നമുക്ക് വിശ്വാസം പോരാ. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ, നാളെ അടുത്ത മാസം എനിക്ക് എല്ലാ കാര്യങ്ങളും ശരിയാകും എന്ന് ഞാൻ വിശ്വസിച്ച നമ്മുടെ കാര്യങ്ങളെല്ലാം ശരി. ഞാൻ ലോകത്തിലെ മനുഷ്യനെ പോലെ, വിശ്വാസിയെ പോലെയല്ല. ഒരാൾ ചിന്തിക്കുന്ന അയൽപക്കത്തെ ആൾ ചിന്തിക്കുക, അടുത്ത മാസം എല്ലാ കാര്യങ്ങളും അത്ഭുതമാകും, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. നിങ്ങൾ പറ, വിശ്വാസമായിട്ട് കമ്പയർ ചെയ്യല്ലേ, ആത്മീയതായിട്ട് കമ്പയർ ചെയ്യരുത്. ശരിയാകത്തില്ല. വിശ്വാസം എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ ടൂളല്ല, ഈ ലോകത്തിൽ നിന്നുള്ളതല്ല. ഒരിക്കലും ഒരു സാധാരണക്കാരന് വിശ്വാസത്താൽ ജീവിക്കുവാൻ കഴിയത്തില്ല. കാരണം അവൻ ജീവിക്കുന്നത് മുഴുവനും കണക്റ്റഡ് ആണ്. ഈ ലോകവുമായിട്ടുള്ള കണക്ഷനിലാണ് ഓരോ വ്യക്തിയും ജീവിക്കുന്നത്. ഇപ്പം അതുകൊണ്ടാണ് പലപ്പോഴും നമ്മളെ വിശ്വാസികളെന്ന് ആളുകൾ വിളിക്കുന്നതും, പലപ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ആളുകൾ പരിഹസിക്കുന്നതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ, ഇതൊരു ലാംഗ്വേജ് ആണ്. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, വിശ്വാസം എന്നതൊരു ഭാഷയാന്ന് പറ. ആമേൻ. ഇതാണ് എബ്രായ ലേഖനം 6-ാം വാക്യത്തിൽ പറയുന്നു: ദൈവത്തിന്റെ സന്നിധിയിൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്ന പ്രതിഫലമുണ്ടെന്നും വിശ്വസിക്കണം. അപ്പൊ ദൈവസന്നിധിയിൽ വരുന്നവന് വിശ്വാസം ഉണ്ടാകണം. അപ്പൊ വിശ്വാസം ഒരു ലാംഗ്വേജ് ആണ്. ദൈവവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വിശ്വാസം കൊണ്ടാണ്. യേശുക്രിസ്തു ഒരു മരിച്ച വീട്ടിൽ ചെന്നിട്ട് കർത്താവ് പറഞ്ഞു, ബാല മരിച്ചിട്ടില്ല, ഉറങ്ങുവാന്ന് പറഞ്ഞു. ഉടനെ അവിടെ ആൾക്കാരെല്ലാം പരിഹസിച്ചു. കരഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരും എല്ലാം ചാടി വന്ന് യേശുക്രിസ്തുവിനെ പരിഹസിച്ചു. യേശുക്രിസ്തുവിന് അതൊരു ചമ്മലായിട്ട് തോന്നില്ല. അയ്യോ വേണ്ട, പറയണ്ടായിരുന്നു, നാണക്കേട്, ആ വാക്ക് ഞാൻ ഉപയോഗിക്കണ്ടായിരുന്നു എന്ന് എന്ത് ചെയ്തില്ല, യേശുക്രിസ്തു പറഞ്ഞില്ല. അതിൻ്റെ കാരണം സ്വർഗത്തിലെ ഭാഷ യേശു ഉപയോഗിക്കുന്നത്. മരിച്ച വീട്ടിൽ പോയിട്ട് ഒരാൾ മരിച്ചില്ല എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി, എന്തൊരവസ്ഥ. ജനം കേക്കെ വിളിച്ചു പറയുക. പക്ഷെ യേശു പറയുന്നവൻ മരിച്ചിട്ടില്ല, ബാല ഉറങ്ങുകയാണ്, ആ പെൺകുട്ടി ഉറങ്ങുകയാന്ന് പറഞ്ഞു. എന്നിട്ട് കർത്താവ് എന്ത് ചെയ്തു? ആ ലാംഗ്വേജ്, മത്തായിയുടെ സുവിശേഷം 9-ാം വാക്യം അല്ലേ, ആ ലാംഗ്വേജിനെ യേശു ഉപയോഗിച്ചു. അവിടെ മരിച്ചവൾ ഉണീറ്റ് വന്നു. അപ്പോൾ ഒരിക്കലും ലോക മനുഷ്യന് അത് നടക്കത്തില്ല. ഇതൊരു ലാംഗ്വേജ് ആണ്. ഇത് എവിടുത്തെ ലാംഗ്വേജ് ആണ്? ദൈവരാജ്യത്തിലെ ലാംഗ്വേജ് ആണ്. മത്തായിയുടെ സുവിശേഷം 6-ാം വാക്യത്തിൽ പറയുമ്പോൾ യേശു പറയുന്നു, ആകയാൽ ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമച്ചുവെങ്കിൽ അല്പവിശ്വാസിയെ നിന്നെ എത്ര അധികം. അടുത്ത വാക്യം: ആകയാൽ എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് നീ വിചാരപ്പെടണ്ട, ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവോ ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ സകലതും കിട്ടും. ദൈവരാജ്യം. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, ദൈവരാജ്യം. ഞാൻ വലിയൊരു മർമ്മം നിങ്ങൾക്ക് പറഞ്ഞു തരാം. വലിയൊരു മർമ്മം പറഞ്ഞു തരാം. പല ആൾക്കാർക്കും അറിയത്തില്ല. നമ്മൾ ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാവോ, ദൈവം നമുക്ക് വേണ്ടി വഴികൾ തുറക്കും. ശ്രദ്ധിച്ചോണേ, ദൈവരാജ്യത്തിന് വേണ്ടി. ഇപ്പോൾ സുവിശേഷത്തിന് വേണ്ടി ഞാൻ പലപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, നമ്മൾ സുവിശേഷത്തിന് വേണ്ടി എന്ത് ചെയ്താലും, ഇപ്പോൾ ഒരു കസരിടുന്നതായിക്കോട്ടെ, ആൾക്കാരെ അവിടെ ഗൈഡ് ചെയ്യുന്നതായിക്കോട്ടെ, നിങ്ങൾ ഒരാൾക്കൊരു ഹെൽപ്പ് ചെയ്യുന്നതായിക്കോട്ടെ, സുവിശേഷം പ്രതി എന്ത് ചെയ്താലും
ഞങ്ങളിപ്പം ബ്രദറിന് വേണ്ടി അത് ചെയ്യുമല്ല എന്നല്ല, ദൈവരാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്താലും അതിന് പ്രതിഫലമുണ്ട്. എന്താണ് ഈ രാജ്യത്തിന്റെ പ്രത്യേകത? ഞാൻ പറഞ്ഞുതരാം. ഒരു സെക്കൻഡേ. നമ്മുടെ കോഹോസ്റ്റുമാരൊന്നുമില്ല, അനാവശ്യമായിട്ടുള്ള കുറച്ച് ആൾക്കാർ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ഞാനൊന്ന് റിമൂവ് ചെയ്തോട്ടെ. ഒരു മനുഷ്യരുന്നുകൊണ്ട് മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ ഓണാക്കി പുള്ളി വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇതാണ് നമ്മൾ പ്രാർത്ഥിക്കണം. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന നമ്മളൊരു ആമേൻ, ആ പുള്ളി റിമൂവ് ആട്ടെ. എന്തെല്ലാം കാര്യം നമ്മൾ നോക്കണമെന്ന് അറിയേണ്ട അത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ അനാവശ്യമായിട്ട് എപ്പോഴും പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നവർ. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് വീഡിയോ നമ്മുടെ സൂം ലോക്ക് ചെയ്തിരിക്കും. ഇപ്പോൾ നിങ്ങൾ ലെഫ്റ്റ് ചെയ്യരുത്. ലെഫ്റ്റ് ചെയ്താൽ പ്രാർത്ഥനയിലോട്ട് കയറാൻ ബുദ്ധിമുട്ടായിരിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. നോക്കിക്കേ, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ സകലതും കിട്ടും. അപ്പോൾ ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക. ദൈവരാജ്യത്തിന് വേണ്ടി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ തിമത്തി ബ്രദർ, ക്യാമറ ചെയ്യുന്ന തിമത്തി ബ്രദറിനോട് ചോദിച്ചു, ബ്രദർ എനിക്കൊരു മെസ്സേജ് ഇട്ടു, വോയിസ് റെക്കോർഡ് അയച്ചു. ബ്രദർ എല്ലാ കാര്യങ്ങളും ഇത്രയും ഭംഗിയായിട്ട് ചെയ്യുന്നു. അപ്പോൾ പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ ബ്രദറിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളും എല്ലാവരും അതേപോലെ നന്നായി സഹകരിക്കുന്നുണ്ട്. പുള്ളി പറഞ്ഞു, പുള്ളി ഒത്തിരി പ്രാർത്ഥന, തിമത്തി ബ്രദർ നമ്മൾ ക്യാമറ ചെയ്യാൻ വേണ്ടി മറ്റ് ലൈവിനുമൊക്കെ ദൈവം നമുക്ക് തന്നതാണ്. അപ്പം അദ്ദേഹം സാധാരണ ശരിക്കും പറഞ്ഞാൽ ദൈവരാജ്യത്തോട് പ്രവർത്തിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു പ്രൊഫഷണലി നമ്മൾ ചെയ്യുന്നതാണ്. അദ്ദേഹത്തിന് നമ്മൾ അതിൻ്റെതായ ഫീസ് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹം സാധാരണ ഒരാൾ ക്യാമറ മേടിക്കുന്നതിൽ ഏറ്റവും കുറച്ച് നമുക്ക് തരുന്ന കാര്യം സുവിശേഷത്തിനോടുള്ള ആഗ്രഹം കൊണ്ടാണ്. സുവിശേഷം അറിയണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബ്രദറെ പല ആൾക്കാരും എങ്ങനെയുമൊക്കെ ആളുകൾ സുവിശേഷത്തിലേക്ക് വരാൻ വേണ്ടി പ്രയത്നിക്കുവാണ്, അവരൊന്നും വിളിച്ചാൽ പോലും പലരും വരാറില്ല. ഇപ്പം ബ്രദറിൻ്റെ കൂടെയുള്ള ആൾക്കാർ, അപ്പം ഞാനൊരു വാക്ക് പറഞ്ഞു, സഹോദരൻ, അത് ബ്രദറിൻ്റെ കൂടെയുള്ള ആൾക്കാരോ ബ്രദറിൻ്റെയും എടുക്കല്ല, ഇത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിയോഗമാണ്. ആ നിയോഗത്തിൻ്റെ അകത്ത് ചെയ്യുന്നത് കൊണ്ടാണ് പലപ്പോഴും എല്ലാം നന്നായി പോകുന്നത്. ആലോചിച്ച് നോക്കി, ഇത്ര ആൾക്കാർ വരുന്നു, അവരെ മാനേജ് ചെയ്യണം. ഒരു സ്ക്രീനിൻ്റെ അപ്പുറത്തിരുന്നുകൊണ്ട്, നിങ്ങളൊരു ചിന്തിച്ച് നോക്കി, ഒരു വീഡിയോയുടെ അപ്പുറത്തിരുന്നുകൊണ്ട് ഒരാളോട് പ്രവചിക്കണം, ആ വ്യക്തിയെ നോക്കി അല്ലെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ആ വ്യക്തിയോട് ദൈവത്തിൻ്റെ ആലോചന. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ രണ്ട് രാജ്യത്തിൻ്റെ അപ്പുറത്തിരുന്നുകൊണ്ട്, ഒരു സ്ക്രീനിൻ്റെ അപ്പുറത്തിരുന്നുകൊണ്ട്, ഒരു TV സ്ക്രീൻ. നിങ്ങൾക്ക് ചിലപ്പം എന്നെ TV സ്ക്രീൻ കാണുന്നത്, എനിക്ക് നിങ്ങളെല്ലാം ചിലപ്പോൾ എത്രത്തോളം വ്യക്തമായി കാണുന്നെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കിക്കുക. ഇതിൻ്റെ എല്ലാം അപ്പുറത്തിരുന്നുകൊണ്ട്, മറുപുറത്തിരുന്നുകൊണ്ട് ഇതെല്ലാം ചെയ്യുക. അപ്പോൾ അത് ഞാൻ പറഞ്ഞു, സഹോദരൻ, അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിയോഗം ഉള്ളതുകൊണ്ട്. അപ്പോൾ കഴിവ് നോക്കി ഇത് പൊട്ടിപ്പാളീസായി പോകും, അല്ലേ? കഴിവ് നോക്കിയാൽ ഇതൊന്നും എവിടെ എത്തത്തുമില്ല, അവസാനം ഒന്നും നടക്കത്തില്ല. ഞാൻ ആലോചിക്കുന്ന, കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ വീഡിയോ എടുത്ത് നോക്കുമ്പോഴേക്കും ദൈവാത്മാവ് ആളുകളോട് പ്രവചനാലോചനയുടെ സംസാരിക്കുന്നു, ദൈവം അവരെ തൊടുന്നു, അവരെ ദൈവം വിടിവിക്കുന്നു, ദൈവം അതിനുവേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിയോഗം ഉള്ളത് കൊണ്ടാണ്, കഴിവിൻ്റെ അകത്തല്ല, നിയോഗമാണ്. അപ്പം നമ്മൾ മടിച്ച് നിന്നാൽ ഒന്നും കാണാൻ പറ്റത്തില്ല. അപ്പോൾ കർത്താവിന് വേണ്ടി അത് ചെയ്യാൻ തുടങ്ങിയാൽ ദൈവരാജ്യത്തിലെ നന്മ മൊത്തവും നിങ്ങളുടെ വീടിൻ്റെ അകത്തോട്ട് കയറാൻ തുടങ്ങും. യേശു പറഞ്ഞു, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ സകലതും നിങ്ങൾക്ക് കിട്ടും. കണ്ടു, സകലതും കിട്ടും. അപ്പം ഈ രാജ്യത്തിലോട്ട് കയറിയാൽ എല്ലാം കിട്ടുമെന്നാണ് യേശു പറഞ്ഞത്. യോഹന്നാന്റെ സുവിശേഷം 3-ാം വാക്യത്തിൽ പറയുന്നു, പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ പ്രമാണിയായ നിക്കോദീമോസ് എന്ന് പറയുന്ന മനുഷ്യനുണ്ടായിരുന്നു. നാളെ നമുക്ക് വുമൻസ് മീറ്റിംഗ് ഉണ്ട്. ഇന്ത്യൻ സമയം 6 മണിക്കാണ് വുമൻസ് മീറ്റിംഗ്, വെള്ളിയാഴ്ച. നാളെ അതിൻ്റെ ലിങ്ക് ഇടുന്നതായിരിക്കും, അല്ലെങ്കിൽ പഴയ ലിങ്ക് തന്നെ മതി, യൂസ് ചെയ്യാം വുമൻസ് മീറ്റിങ്ങിൻ്റെ. അല്ലെങ്കിൽ നമ്മുടെ എല്ലാ ദിവസവും പ്രാർത്ഥനയുടെ ലിങ്ക് ഉണ്ടല്ലോ, അത് തന്നെ യൂസ് ചെയ്യാം. ഞാൻ എക്സ്ട്രാ അയക്കുന്നുണ്ട്, എങ്കിലും ആ ലിങ്ക് തന്നെ മതി. നാളെ ഇന്ത്യൻ സമയം 6 മണിക്ക് വുമൻസ് മീറ്റിംഗ് ഉണ്ട്. നോക്കിക്കേ, പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദ പ്രമാണിയായ നിക്കോദീമോസ് എന്നുള്ള മനുഷ്യനുണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അവൻ അടുക്കിലേക്ക് വന്ന, റബി, നീ ദൈവരത്തിന് ഉപദേഷ്ടാവാന്നൊക്കെ ഞങ്ങൾ അറിയുന്നു, ദൈവം നിന്റെ കൂടെ ഇല്ലെങ്കിൽ ദൈവം ആർക്കും കഴിയുന്നില്ല. യേശു അവനോട്, ആമേൻ, അവനോട് പറയുന്നു, ദൈവരാജ്യം കാണുവാൻ എന്നൊക്കെ പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ കഴിയും. അപ്പോൾ ദൈവരാജ്യത്തിൽ കയറാനുള്ള ടൂൾ എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ദൈവരാജ്യത്തിലുള്ള ടൂളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും ജനനമാണ്. അപ്പോൾ വീണ്ടും ജനിച്ചൊരു വ്യക്തി ദൈവരാജ്യത്തിലോട്ട് പ്രവേശിക്കുന്നു. നോക്കിക്കേ, ഈ രാജ്യത്തിൻ്റെ പ്രത്യേകത,
മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം. ഇതിൻ്റെ അകത്ത് കണ്ടെത്തിയാൽ എങ്ങനെ കണ്ടെത്തുന്നത്? ഈ യേശു ഇത് പറയുന്ന സമയത്ത് ദൈവരാജ്യം ഭൂമിയിൽ വന്നിട്ടില്ല. കാര്യം ദൈവരാജ്യം സ്ഥാപിക്കപ്പെടണമെങ്കിൽ യേശുക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് യേശുക്രിസ്തു കർത്താവാണ്. യേശു ഞാൻ വാതിലാകുന്നു എന്ന് യേശു പറഞ്ഞില്ല. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കിടക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അപ്പൊ യേശുവാകുന്ന വാതിലൂടെ പ്രവേശിച്ചെങ്കിൽ മാത്രമേ രക്ഷ പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. അപ്പൊ യേശുവാകുന്ന വാതിൽ ക്രൂശിൽ തകർക്കപ്പെടണം. അതുകൊണ്ടാണ് നമുക്കറിയാം, എന്നാണ് ഞാൻ പറഞ്ഞത്, പള്ളിയിലെ തിരശീലകൾ നമ്മുടെ പള്ളികളിൽ ചില പള്ളിയിലുണ്ട്, എല്ലാ പള്ളിയിലും തിരശീലയുണ്ട്. യേശു മരിക്കുന്ന സമയത്ത് യെരൂശലേമിലെ തിരശീല രണ്ടായി അടി തൊട്ട് മുകളിൽ തൊട്ട് താഴോട്ട് കീറിപ്പോയി. അതായത് എന്താണ് തിരശീലയ്ക്ക് അപ്പുറം ഉള്ളത്? കൃപാസനം. അതുവരെ പ്രാകാരത്തിൽ നിന്നിരുന്ന വിശ്വാസിക്ക് അകത്തോട്ട് കാണാനുള്ള സാധ്യതയില്ലായിരുന്നു. യേശുക്രിസ്തു മരിച്ചപ്പോൾ തിരശീല രണ്ടായി കീറി അവിടെ നമുക്ക് വലിയൊരു പ്രവേശനം. അതുകൊണ്ട് യേശുവിൻ്റെ ശരീരം കീറിയതാണ് യഥാർത്ഥത്തിൽ തിരശീലയെ കാണിക്കുന്നത്, പാപം നീങ്ങിയെന്ന് കാണിക്കുന്നതാണ്. അപ്പൊ യേശുക്രിസ്തുവിന്റെ മരണത്തിന് ശേഷമാണ് ദൈവരാജ്യത്തിന്റെ ഡോറ് തുറക്കുന്നത്. അതുകൊണ്ടാണ് മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം. അതുകൊണ്ടാണ് ദൈവരാജ്യം, നീതി, സന്തോഷം, സമാധാനം, ഇതാണ് പരിശുദ്ധാത്മാവിന്റെ സന്തോഷം, ഇതാണ് ദൈവരാജ്യം. ഈ രാജ്യത്തിലോട്ട് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ ഇവിടുത്തെ ലാംഗ്വേജ് ആണ് വിശ്വാസം. കണ്ടോ? എബ്രായ ലേഖനം 10-ാം വാക്യം നമ്മൾ കണ്ടല്ലോ, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു. അപ്പൊ ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എൻ്റെ നീതിമാൻ എവിടെയുള്ളത്? ദൈവരാജ്യത്തിലാണ്. ഇവിടുത്തെ ലാംഗ്വേജ് ആണ് വിശ്വാസം. കണ്ടോ? ഈ വാക്കുകൊണ്ടോ വിശ്വാസത്താൽ ജീവിക്കും. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് വീടിൻ്റെ അകത്ത് ആത്മീയമായിട്ട് ഉത്തരം പറയല്ലേ, നിങ്ങളുടെ വീട്ടിൽ അരിയും പച്ചക്കറിയും മീനും ഇറച്ചിയും കാപ്പിപ്പൊടിയും പഞ്ചസാരയൊക്കെ കടയിൽ നിന്ന് വീട്ടിൽ വരണമെങ്കിൽ എന്നാ വേണം? പറ, എന്ത് വേണം? പൈസ കിട്ടണമെങ്കിൽ എന്നാ ചെയ്യണം? പൈസ കിട്ടണമെങ്കിൽ കടയിൽ പോകണം, ജോലി ചെയ്യണം. പക്ഷെ സറാഫാത്തിലെ വിധവ പെരക്കകത്ത് നന്മ വന്നത് എങ്ങനെയാ? സറാഫാത്തിലെ വിധവയുടെ വീട്ടിൽ എങ്ങനെയാ കലത്തിലെ മാവ് വന്നത്? കടയിൽ പോയിട്ട് മേടിച്ചു. എവിടുന്ന് വന്നു? അപ്പൊ ദൈവരാജ്യത്തിൽ നിന്ന് മാവ് വന്നല്ലോ. കലത്തിലെ മാവ് കുറഞ്ഞില്ല. അതായത് ഭൂമിയിൽ ദൈവം മഴ പെയ്ക്കുന്ന സമയം വരെ നിന്റെ കലത്തിലെ മാവ് കുറയത്തില്ല. എവിടുന്ന് വന്നു ഈ മാവ്? ദൈവരാജ്യത്തിൽ നിന്ന്. അപ്പൊ ഇവിടുത്തെ ഒരു ലാംഗ്വേജ് ആണ്. ഇവിടെ നന്മ കിട്ടണമെങ്കിൽ കറൻസി, ദൈവരാജ്യത്തിലെ ഒരു നന്മയ്ക്കും പൈസ കൊടുത്താൽ കിട്ടത്തില്ല. കറൻസി കൊണ്ട് നമുക്ക് ദൈവരാജ്യത്തിലെ നന്മ മേടിക്കാൻ പറ്റത്തില്ല. പക്ഷെ വിശ്വാസത്താൽ, കണ്ടോ, വിശ്വാസം ഒരു കറൻസിയാണ്. ദൈവരാജ്യത്തിന്റെ കറൻസി പൈസ എന്ന് ഞാൻ പറയാൻ കാര്യം, നമ്മൾ ക്രയവിക്രയം ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് കറൻസി. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, പൊന്നോ വെള്ളിയോ എനിക്കില്ല. കണ്ടോ? നിനക്ക് സൗഖ്യം തരാൻ പൊന്നും വെള്ളിയും പറ്റത്തില്ല. എൻ്റെ കയ്യിൽ ഒരു കറൻസി ഉണ്ട്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇത് തന്നെയാണ് പത്രോസ്ലീഹ പറഞ്ഞത്, യേശുവിൻ്റെ നാമത്തിലുള്ള വിശ്വാസത്താൽ ഈ മകൻ നടക്കുമാറായി. കണ്ടോ? അപ്പൊ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ഇവൻ നടക്കുമാറായി. ഹല്ലേലൂയ. അപ്പൊ ഇവനെ നടത്തിയത് സ്വർഗരാജ്യത്തിൽ ഇരിക്കുന്ന ഇവന്റെ സൗഖ്യത്തെ, വിശ്വാസം എന്ന കറൻസി കൊണ്ട് പത്രോസ്ലീഹ മേടിച്ചിട്ട് ഇവന് കൊടുത്തു. കണ്ടോ? ഈ കറൻസി ആർക്കാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്? ദൈവരാജ്യത്തിലുള്ളവർക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. ആമേൻ. ഇതാണ് യഥാർത്ഥത്തിൽ അവിടെ പറഞ്ഞേക്കുന്നത് നീതിമാൻ. ആരാ നീതിമാൻ? യേശുവിനെ കർത്താവ് രക്ഷിതാവായി സ്വീകരിക്കുന്നവൻ നീതിമാനാ. നീതിമാൻ വിശ്വാസം എന്ന കറൻസി ഉപയോഗിച്ച് ജീവിക്കും. കണ്ടോ? അടുത്ത നോക്ക്, പിന്മാറുന്ന ലോകത്തിലോട്ട് പോകുന്നവരെ പറ്റി പറഞ്ഞു. ലോകപ്രകാരം ചിന്തിക്കുകയും ലോകപ്രകാരം മുന്നോട്ട് പോവുകയും ചെയ്യുന്നവനെങ്കിലോ അവന് പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ. കണ്ടോ? അപ്പൊ ദൈവരാജ്യത്തിലുള്ളവരുടെ കറൻസി, ക്രയവിക്രയം നടത്തുന്നത് വിശ്വാസമാണ്. ആമേൻ. ഇനി വിശ്വാസ ജീവിതത്തിന്റെ അകത്ത് പ്രോട്ടോക്കോളുകളുണ്ട്. ദൈവരാജ്യത്തിന്റെ പ്രോട്ടോക്കോളുണ്ട്. ഒന്ന് സ്നേഹം. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു. യേശുവിലേക്ക് വരുന്ന സമയത്ത്, ദൈവരാജ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക്, അതുകൊണ്ടാണ് ഞാൻ ഈ വിശ്വാസ ജീവിതത്തിൽ വന്നപ്പോൾ ആദ്യം കൊണ്ടൊരു ക്വാളിറ്റി, ആൾക്കാർ രക്ഷിക്കപ്പെട്ടു തുടങ്ങി. പിന്നെ എൻ്റെ സഭ ഏത് സഭയാ? ആദ്യത്തെ ചോദ്യം, ഏത് സഭയാ നിങ്ങൾ ഏത് സഭയാ? അവരേത് സഭയാ? യേശുവിന്റെ സഭ.
നമ്മൾ ഈ കർത്തൃമേശ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് ബൈബിൾ പറയുന്ന അപ്പം ഒന്നായതുകൊണ്ട് പലരായ നിങ്ങൾ ക്രിസ്തുവിൽ ഒന്നായി തീർന്നു. നമ്മുടെ ജാതിയില്ല, മതമില്ല, ക്രിസ്തുവിൽ ഒന്നായി തീർന്നിരിക്കുന്നു. ഈ അപ്പം ഒന്നായതുകൊണ്ട്, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഞാൻ വെയിൽസിൽ പോയ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് സാക്ഷ്യം. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ പറഞ്ഞു, ഈ വലിയ എണ്ണ ഇപ്പോഴും എന്താ പറയുക, ഉള്ളത്തിൽ ഇങ്ങനെ കിടക്കുന്നത്. അത് കൊറിയയിലുള്ള ഒരു മനുഷ്യൻ അവിടെ വന്നു, കൊറിയക്കാരൻ. അദ്ദേഹം വെയിൽസ് എന്ന് പറയുന്ന ഇംഗ്ലണ്ടിലെ ഒരു സ്ഥലത്ത്, അവിടെ ഇവാൻ റോബർട്ട്സ് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ്റെ അദ്ദേഹം ശുശ്രൂഷിച്ച സ്ഥലം കാണാൻ വേണ്ടി ഞങ്ങൾ പോയതാണ്. അപ്പോൾ അവിടെ പോയ സമയത്ത് ഈ ചെറുപ്പക്കാരൻ വന്നിട്ട്, അപ്പം അവിടെ എല്ലാ വിശ്വാസികളും മാത്രമേ അവിടെ വരത്തുള്ളൂ വിസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇദ്ദേഹം കണ്ട ഉടനെ എന്നോട് ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു. അപ്പം എൻ്റെ കൂടെയുള്ള ബ്രദർ പറഞ്ഞു, ഇദ്ദേഹം ഒരു സുവിശേഷനാണ്, ശുശ്രൂഷ ചെയ്യുന്ന ആളാണ്, എന്നെപ്പറ്റി പരിചയപ്പെടുത്തി. അപ്പം ഞാനും പുള്ളിയെ പരിചയപ്പെട്ടു. അപ്പോൾ പുള്ളി എന്നോട് കൊണ്ട് കെട്ടിപ്പിടിച്ച് പറഞ്ഞു, വി ആർ ബ്രദേഴ്സ് എന്ന് പറഞ്ഞു, നമ്മൾ സഹോദരന്മാരാന്നുണ്ട് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ നിറത്തിലും രൂപത്തിലും രാജ്യത്തിലും ഷേപ്പിലും വാക്കുകളിലും ഭക്ഷണത്തിലും ഒക്കെ വ്യത്യാസമുണ്ട്, ഭയങ്കര ഒരു വ്യത്യാസമുണ്ട്. പക്ഷെ പുള്ളി വളരെ സ്നേഹത്തോടെ നമ്മളെ ചേർത്ത് പിടിച്ചിട്ട് പുള്ളി പറഞ്ഞു, നമ്മളെല്ലാ സന്തോഷത്തിലും, പുള്ളി ആ യഥാർത്ഥത്തിൽ രക്ഷയുടെ സന്തോഷം അതാണ്. നമ്മളാണ് പറഞ്ഞത്, ഏത് സഭയാ, ഏത് വിശ്വാസമാ, എവിടെയാ, ഏതാ നിങ്ങളുടെ ഉപദേശി, നിങ്ങളുടെ പുരോഹിതൻ, പാസ്റ്ററൊക്കെ നമ്മൾ വെച്ച് അങ്ങനെ അങ്ങ് പോയേനെ. അവിടെ ആ ക്രിസ്തുവിലാകുമ്പോൾ ഒന്നാകുക എന്നൊരു ചിന്ത, ഇതാണ് ദൈവരാജ്യത്തിൻ്റെ താക്കോല്. ഇവിടേക്ക് അനേകരെ കയറ്റാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഈ സുവിശേഷം പറയുമ്പോൾ എന്തുകൊണ്ടാണ് പിശാച് പറയുന്നത് മതപരിവർത്തനമാണ്? മനസ്സിലായോ? ഇത് മതത്തിലേക്ക് ആൾക്കാരെ കൊണ്ടുവരുവാന്നവർക്ക് ചിന്ത വരാൻ കാരണം, നമ്മൾ മതത്തിലേക്കല്ല കൊണ്ടുവരുന്നത്, പകരം ദൈവരാജ്യത്തിലേക്കാണ്. ക്രിസ്തു എന്ന് പറഞ്ഞൊരു മതമല്ല, ലോകം മുഴുവനും അറിയിക്കേണ്ട ദൈവരാജ്യത്തിൻ്റെ സുവിശേഷത്തിൻ്റെ വാതിലാണ് യേശു. യേശു പറഞ്ഞു, എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിലേക്ക് പോകാൻ പറ്റത്തില്ല, ഞാനാകുന്നു വാതിൽ. കണ്ടോ? ഞാൻ വാതിലാണ്. ഈ ഡോറ് തുറക്കുന്നത് എവിടെയാ? ക്രൂശിലാണ്. യേശു മരിച്ചപ്പോൾ അതുകൊണ്ടാണ് തിരശ്ശീല രണ്ടായി കീറിയതിൻ്റെ കാരണം, കൃപാസനവും ദൈവം ഇരിക്കുന്ന സ്ഥലവും തമ്മിൽ രണ്ടായിട്ടൊരു വേർതിരിവിനെ അവിടെ മാറ്റി. അതുകൊണ്ട് വേർപാടിൻ്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞു. ആമേൻ. അപ്പൊ ക്രിസ്തുവേശുവിലേക്ക് വരുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ രാജ്യത്ത്, ഇനി ശ്രദ്ധിച്ചോണം, ദൈവരാജ്യത്തിലോട്ട് കയറിയ വ്യക്തി എപ്പോഴും ശ്രദ്ധിച്ചോണേ, ദൈവരാജ്യത്തിലോട്ട് കയറിയ വ്യക്തി നിങ്ങളൊരു മിഷൻ്റെ അകത്താണ്. എൻ്റെ മിഷൻ ദൈവരാജ്യം അറിയിക്കണം, സുവിശേഷം അറിയിക്കുവാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കല്. ഇനി ശ്രദ്ധിച്ചോണം, ദൈവരാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളൊരു സൂപ്പർ മാനാണ്, സൂപ്പർ വുമണാണ്. ഒരു സാധാരണ വ്യക്തിയെ പോലെ അല്ല നിങ്ങൾ. നിങ്ങൾക്കൊരു എക്സ്ട്രാ പവർ ഉണ്ട്. എന്താ എക്സ്ട്രാ പവർ? മർക്കോസ് 16 പറയുന്നു, എൻ്റെ നാമത്തിൽ നിങ്ങൾ സുവിശേഷം അറിയിക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും മരിച്ചതിനെ ഉയർപ്പിക്കുകയും അത്ഭുതങ്ങളും അടയാളങ്ങളിലൂടെ സംഭവിക്കും. എന്നാൽ ഇത് മാത്രമാണ് വിശ്വാസ ജീവിതം? അല്ല. ഒന്ന്, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ആരോടും പിണക്കില്ല. പറഞ്ഞില്ലേ, നമ്മളെ എതിർക്കുന്നവനെ സ്നാനപ്പെടുത്തണം. അവനെ ഓടിപ്പോയി വെള്ളത്തിൽ മുക്കുകയല്ല വേണ്ടത്, അവനെ യേശുവിലേക്ക് നേടുവാനുള്ള മിഷൻ നിങ്ങളുടെ മേലുണ്ട്. ഇപ്പൊ നിങ്ങൾ എതിർക്കുന്ന വ്യക്തികൾ ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞു, എന്തുകൊണ്ട് അവരെടുത്തറിയോ? പിശാചിന് മനസ്സിലായി നിങ്ങളിലൂടെ ഒരു വിടുതൽ അവർക്കുണ്ട്. നിങ്ങളിലൂടെ ഒരു വിടുതൽ ഉള്ളത് കൊണ്ട് അവരുടെ അകത്തിരിക്കുന്ന പിശാച് നിങ്ങളെ കാണുമ്പോൾ ഇളകുന്നതാണ്. പലരും പറയും, എൻ്റെ ബ്രദറെ എനിക്ക് എല്ലാം എതിരാ. കണ്ടോ? ഒരു കാര്യം ഉറപ്പിച്ചോണേ, എതിരായതല്ല, നിങ്ങൾ അവരെ നേടാൻ പോവുകയാണ്. നിങ്ങളുടെ മിഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നോക്കിക്കേ, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കും. ഇനി വിശ്വാസ ജീവിതത്തെപ്പറ്റി ഞാൻ പറഞ്ഞു. വിശ്വാസം ഒരു ലാംഗ്വേജ് ആണ്, മറന്നു പോകരുത്. വിശ്വാസം ഒരു ഭാഷയാണ്. ദൈവരാജ്യത്തിലെ നന്മകളെ പെരക്കകത്തോട്ട് കയറ്റുവാൻ ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണ് ഫെയ്ത്ത്. ഇനി വിശ്വാസം നമുക്ക് രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ ദൈവം തന്നിട്ടുണ്ട്. നമുക്ക് വിശ്വാസം രക്ഷിക്കപ്പെട്ടപ്പോൾ തന്നെ തന്നു. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളിപ്പോൾ ജനിച്ച സമയത്ത്, നിങ്ങൾക്ക് നല്ല പ്രായം അല്ലെങ്കിൽ ഓർമ്മ വെച്ച സമയത്ത് നിങ്ങളുടെ കയ്യിൽ 10 രൂപയും 50 രൂപയും 100 രൂപയും വന്നു, അല്ലേ? ഇതുകൊണ്ട് ജീവിക്കാൻ പറ്റുമോ? പറ. ഞാൻ ഈ കറൻസിയായിട്ട് ബന്ധപ്പെട്ട് അങ്ങ് പറയുവാണ്, ഇത് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? 10 രൂപ കൊണ്ട് 50 രൂപ കൊണ്ട് ജീവിക്കാൻ പറ്റുമോ? ഇത് എത്രത്തോളം വർദ്ധിക്കുന്നു അത്രത്തോളം സാധ്യതകൾ വർദ്ധിക്കുന്നു, അല്ലേ? എൻ്റെ ബ്രദർ, എനിക്ക് ആ കൂടി 10,000 രൂപ മാസം ശമ്പളമുള്ളൂ. 10,000 രൂപ മാസം ശമ്പളമുള്ള വീട് മേടിക്കാൻ പറ്റുമോ? ഇത് വർദ്ധിക്കണം, ഇത് ഇൻക്രീസ് ആകണം. കണ്ടോ? ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ പണം ആവശ്യമാണ്. നമുക്കൊരു വിശാലത വേണോ? പണം വേണം.
പണം ആവശ്യമാണ്. ഇതേപോലെ ദൈവരാജ്യത്തിന്റെ കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ടൂളാണ് ഫെയ്ത്ത്. ഇത് വർദ്ധിപ്പിക്കണം, ഇത് വർദ്ധിപ്പിക്കണം. കണ്ടോ, ഇതെങ്ങനെയാണ് വർദ്ധിക്കുന്നത്? നമുക്ക് വളരെ സിമ്പിളായിട്ട് അറിയാം അല്ലേ? വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ഈ വചനം കേട്ടിട്ട് എന്തുകൊണ്ടാണ് നമുക്ക് ദൈവരാജ്യത്തിന്റെ നന്മകൾ കാണാൻ കഴിയാത്തത്? ഇവിടെ തന്നെ ശ്രദ്ധിച്ചോണേ. യേശു ക്രിസ്തു മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നു, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ കിട്ടും. അന്വേഷിക്കണം. രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ ബൈബിൾ വായിക്കണം. രക്ഷിക്കപ്പെട്ട ഈ രാജ്യത്തിന്റെ നിയമങ്ങൾ എന്തൊക്കെയാണ്? ഈ രാജ്യത്തിൽ എന്തെല്ലാം ഉണ്ട്? ഈ രാജ്യത്തിലുള്ളത് മുഴുവനും എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത്? ഞാൻ പലപ്പോഴും നിങ്ങളോട് പറയാറില്ല, നമ്മുടെ തിരക്കെല്ലാം മാറ്റിവെച്ച് അറ്റ്ലീസ്റ്റ് മാസത്തിൽ ഒന്നാണെങ്കിലും നിങ്ങൾ വ്യക്തിപരമായിട്ട് ഒരു ഉപവാസമൊക്കെ ഇരിക്കണം. വചനമൊക്കെ ഏറ്റു പറഞ്ഞുകൊണ്ട് ഒരു ദിവസം അതിനുവേണ്ടി തിരക്കാന്ന് എനിക്കറിയാം. ഇപ്പം പലര് പറയും, ബ്രദറെ ഈ ഒരു ദിവസം എൻ്റെ ജോലി ഇല്ലാതായി കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല, തല പോകും. എൻ്റെ പ്രിയരെ, ദൈവസന്നിധിയിൽ ഇരുന്ന വഴി തുറക്കുമെന്നേ. ദൈവരാജ്യത്തിലെ നന്മകൾക്ക് വേണ്ടി നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും നമ്മൾ ഒരുക്കണം. ഇനി നോക്കിക്കേ, യേശു പറഞ്ഞു, ആകയാൽ എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് വിചാരപ്പെടണ്ട, ഇവയൊക്കെ അന്വേഷിക്കുന്ന ജാതികളാണ്. ഇവയൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് പിതാവിൻ്റെ ഉണ്ട്. ഇതല്ല സറാഫാത്തിലെ വിധവയുടെ ഭവനത്തിലേക്ക് മാവ് വന്നത് ദൈവരാജ്യത്തിൽ നിന്ന്. അപ്പൊ ദൈവത്തിന്റെ സ്റ്റോക്ക് ഇരിപ്പുണ്ട്. പറഞ്ഞോട്ടെ, ദൈവത്തിന്റെ മാവ് സ്റ്റോക്ക് ഉണ്ടെന്ന് പറ. ദൈവത്തിന്റെ കയ്യിൽ ദൈവത്തിന്റെ എല്ലാ നന്മയും സ്റ്റോക്ക് ഇരിപ്പുണ്ട്. ദൈവത്തിന്റെ എല്ലാ നന്മകളും സ്റ്റോക്ക് ഉണ്ട്. ഇതെല്ലാം മേടിക്കണമെങ്കിൽ വിശ്വാസം എന്ന കറൻസി വേണം. കേട്ടെ, ഇനി ശ്രദ്ധിച്ചോണം. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറഞ്ഞത്, കർത്താവേ, ദൈവസന്നിധിയിൽ നമ്മൾ വചനം വായിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും, കർത്താവേ, എനിക്ക് ഉറപ്പും ധൈര്യവും, എനിക്ക് കർത്താവേ ദൈവത്തെ വിശ്വസിക്കുവാൻ, ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ നിൽക്കുവാനുള്ള അമിത ബലം എനിക്ക് വേണം. വിശ്വാസത്തിനുള്ള അമിത ബലം. ഞാൻ അതിലേക്കൊന്ന് വരാം. അപ്പോൾ ഇവയൊക്കെയും ജാതികളാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, എനിക്കൊരു ഭൂമിയിൽ ഒരു നന്മയുണ്ടെങ്കിൽ ആ നന്മ എവിടെയൊക്കെ എനിക്ക് സ്വർഗരാജ്യത്ത് നന്മയുണ്ടോ അതൊക്കെ എൻ്റെ വീട്ടിൽ വരണമെങ്കിൽ വിശ്വാസം എന്ന കറൻസി എനിക്ക് ആവശ്യമാണ്. ഇനി വിശ്വാസം എനിക്കുണ്ട്. ഇപ്പം എന്താണ് വിശ്വാസം ഒന്ന് പറയാൻ പറ്റും? എന്താണ് വിശ്വാസം? ആശിക്കുന്നതിന് ഉറപ്പ് പറയരുത്. എബ്രായ ലേഖനം 10 അധ്യായത്തിന് ഒന്നല്ലാതെ നിങ്ങൾക്ക് മനസ്സിലാകുന്നൊരു വിശ്വാസം പറ. അത് പോട്ടെ, വിശ്വാസം നിങ്ങൾക്ക് മനസ്സിലാകുന്നു. ഇപ്പൊ ഞാൻ കറൻസി എന്ന് പറഞ്ഞല്ലോ, ലോകത്തിന്റെ ഒരു ക്രയവിക്രയത്തിന് വേണ്ടി നമ്മൾ കറൻസി, പോലെ പൈസ 1, 2, 3, 4, 5, 10, 50, 500, 1000 ഒക്കെ ഉണ്ട്. കറൻസി എന്ന് പറഞ്ഞ സംഭവം എന്താണ്? കറൻസി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും അല്ലേ? അത് അച്ചടിക്കുന്ന സ്ഥലമാണ്, അതിങ്ങനെയാണ്, അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ എന്താണ് വിശ്വാസം എന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? വിശ്വാസം നമ്മൾ ദൈവം എന്നെ അനുഭവിക്കാൻ പറ്റുന്നത് ദൈവം ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണും കണ്ടിട്ട്. നിങ്ങൾ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വചനമാണ്. എന്റെ ചോദ്യം അതല്ല, വചനത്തെ അല്ല ഞാൻ ചോദിക്കുന്നത്. എന്താണ് ഫെയ്ത്ത്? ഇപ്പൊ ഞാൻ പൈസ എന്ന് പറഞ്ഞാൽ 10, 20, 30, 500 ഒക്കെ നോട്ടാണ് അല്ലെ? അപ്പൊ വിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവത്തിലിരിക്കുന്ന ഒരു നന്മയെ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരുവാൻ ഉപയോഗിക്കുന്ന ഒരു ടൂള്. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, വിശ്വാസത്താൽ രോഗികളെ സൗഖ്യമാക്കി. അപ്പൊ വിശ്വാസം എന്ന് പറയുന്നത് ഒരു ടൂളാണ്. വിശ്വാസം നന്മയെ മേടിക്കുവാൻ കഴിയുന്ന, ദൈവരാജ്യത്തിരിക്കുന്ന നന്മകളെ മേടിക്കുവാൻ കഴിയുന്ന ഒരു ടൂളാണ് വിശ്വാസം. കണ്ടോ? ഇത് പ്രധാനപ്പെട്ട ഘടകമാണ്. വിശ്വാസം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. വിശ്വാസം. ഒരു പൈസ നമ്മൾ ചുമ്മാ കളയില്ല, പൈസ നമ്മൾ ചുട്ടിക്കൂടി കളയില്ല. പൈസ നമ്മൾ എപ്പോഴും പ്രഷ്യസ് ആയിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ? പൈസ നമുക്ക് വേണം, പണം വേണം. പൈസ നമുക്ക് ക്രയവിക്രയം ചെയ്യാൻ വേണ്ടി വേണം. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പൈസ ഒരിക്കലും നിലത്തിടാറില്ല, അത് പേഴ്സിൽ സെക്യൂർ ആയിട്ടാണ് വെക്കുന്നത്. ഇതേപോലെ വിശ്വാസം ഭയങ്കര സെക്യൂറാണ്. വിശ്വാസം വളരെ സൂക്ഷിക്കേണ്ടത്. കാര്യം ഈ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നന്മയെ നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അപ്പൊ വിശ്വാസം ഉണ്ടാകും നമുക്ക് മനസ്സിലായി. വചനം കേട്ടാൽ വിശ്വാസം ഉണ്ടാകും, വചനം കേട്ടുകൊണ്ടിരുന്നാൽ ദൈവവിശ്വാസം ഉണ്ടാകും.
അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസന്റെ പ്രസംഗം കേട്ടപ്പോഴേക്കും അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു, കെനത്ത് ഹേഗന്റെ ഒരു പ്രസംഗത്തിന്റെ ഒരു ഭാഗത്തെ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തപ്പം കെനത്ത് ഹോഗൻ എന്ന് പറഞ്ഞ ദേവദാസൻ ഉണ്ടായിരുന്നു അമേരിക്കയിൽ. അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ഒരു 98 വയസ്സുള്ള ഒരു 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 മനുഷ്യൻ വന്നിട്ട് ഇങ്ങനെ പറയാനിടയായി തീർന്നു. അദ്ദേഹം ദൈവരാജ്യത്തിന്റെ നന്മ അനുഭവിക്കും. പുള്ളി പറയും, എൻ്റെ പല്ല് കൊഴിഞ്ഞിട്ടില്ല, എൻ്റെ ശരീരം ക്ഷയിക്കുന്നില്ല, എൻ്റെ ബലം കുറയുന്നില്ല, അനുദിനം ഞാൻ ആരോഗ്യം, ഒരു രോഗം പോലും എൻ്റെ ശരീരത്തിലില്ല, ഒരു ബുദ്ധിമുട്ട് പോലും എൻ്റെ ശരീരത്തിലോ ബോഡിയിലോ എനിക്കൊരു കുറവുമില്ല, എനിക്ക് ആത്മീയമായും ഭൗതികമായും എല്ലാം ഉണ്ട്. അപ്പം കെന്നത്ത് ഹോഗൻ ചോദിച്ചു എന്താ കാരണം? അപ്പം അദ്ദേഹം തിരിച്ചു പറഞ്ഞു, നിങ്ങൾ പ്രസംഗിക്കുന്നത് തന്നെയാണ് ഞാൻ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും വചനത്തിന് വിരുദ്ധമായി കാര്യങ്ങളെ പറയത്തില്ല, വിശ്വസിക്കത്തില്ല. ഒന്ന്, അതിനെതിരെ പറഞ്ഞാൽ ആ നിമിഷം തന്നെ ഞാൻ ദൈവസന്നിധിയിൽ നിരപ്പ് പ്രാപിക്കും. അപ്പം അദ്ദേഹം പറഞ്ഞ വാക്കിതാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ കർത്താവ് വചനത്തിലൊരു വാക്യമുണ്ട്, പത്രോസ്ലിയുടെ ഒരു വാക്യം അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട്, അനുഗ്രഹം അനുഭവിക്കുക. നമ്മളെപ്പോഴും പറയുന്ന വാക്യമല്ലേ, എന്നെ ദൈവം വിളിച്ചിരിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ സന്നിധിയിൽ എനിക്ക് അനുഗ്രഹമുണ്ട്. അപ്പൊ അതിന് വിരോധമായി വരുമ്പോൾ തന്നെ ഞാൻ എൻ്റെ വിശ്വാസം, നമ്മൾ പൈസ കളയാതെ സൂക്ഷിക്കുന്നത് പോലെ തന്നെ വിശ്വാസത്തിനെതിരെ എന്തു വന്നാലും പുള്ളി പറയുക, ഞാനത് പറയത്തില്ല. അദ്ദേഹം പറയാണ്, ഞാനത് ബിൽഡ് ചെയ്തെടുത്തു, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ അതിനെ വർദ്ധിപ്പിച്ചു. നമ്മൾ ചിന്തിക്കും എനിക്ക് ഭയങ്കര വിശ്വാസമുണ്ടെന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണം. കെന്നത്ത് ഹോഗന്റെ മരണം എങ്ങനെയായിരുന്നു? കെന്നത്ത് ഹോഗൻ മരിച്ചത്, ഇദ്ദേഹം വിശ്വാസത്തിന്റെ വലിയൊരു എന്താ പറയുന്നത്, ഭയങ്കര ഒരു സൂപ്പർ, അങ്ങനെ നമ്മളൊരു വാക്ക് ഞാൻ മറന്നുപോയി അവർ പറഞ്ഞത്. കെന്നത്ത് ഹോഗനെ പറ്റി നിങ്ങൾ പഠിച്ചാൽ മതി. ഇദ്ദേഹത്തിന്റെ മരണം 88-ാം വയസ്സിലെ കെന്നത്ത് ഹോഗൻ മരിക്കുന്ന പറഞ്ഞു. അദ്ദേഹം ചർച്ചിൽ പോകാൻ വേണ്ടി രാവിലെ ഒരുങ്ങി വന്ന് വൈഫിനൊപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ടേബിളിലിരുന്ന് വൈഫിനെ നോക്കി ഒരു ചിരി ചിരിച്ചു. ആ ചിരി ചിരിച്ച ഉടനെ തല തോളിലോട്ട് ചിരിച്ച് അദ്ദേഹം മരിച്ചു. അദ്ദേഹം പറഞ്ഞ രോഗിയായി മരിക്കത്തില്ല. നമ്മൾ നമ്മുടെ വിശ്വാസത്തെ ബിൽഡ് ചെയ്യണം. പലപ്പോഴും നമ്മൾ വിശ്വസിച്ചിട്ടും പലതും നടക്കുന്നില്ല എങ്കിൽ നമ്മുടെ വിശ്വാസത്തെ കുറച്ചും കൂടെ നമ്മൾ ബിൽഡ് ചെയ്യേണ്ടതുണ്ട്. കേട്ടോ, വിശ്വാസത്തെ ബിൽഡ് ചെയ്യണം. പല കാര്യങ്ങളിലേക്ക് നമുക്ക് ഫോക്കസ് മാറിപ്പോകുന്നത് കൊണ്ടാണ് വിശ്വാസം എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല എന്ന് നമുക്കൊരു തോന്നലുണ്ടായാൽ വിശ്വാസത്തെ നമ്മൾ ബിൽഡ് ചെയ്യണം. എങ്ങനെയാണ് വിശ്വാസത്തെ ബിൽഡ് ചെയ്യുന്നത്? അത് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണേ. ഓക്കെ, ആകയാൽ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും എന്നിങ്ങനെ വിചാരപ്പെടരുത്. നോക്കിയ വാക്കുകൊണ്ടോ വിചാരം വരുന്നു, നമ്മുടെ മനസ്സിൽ ഭാരങ്ങൾ വരുന്നു. വിശ്വാസ ജീവിതത്തിൽ ഭയങ്കര ടെൻഷൻ കയറുക. ടെൻഷൻ ദൈവം തരത്തില്ല. നോക്കിയ വാക്ക് നോക്കിക്കേ, ആകയാൽ എന്തു തിന്നും, എന്ത് കുടിക്കും, എന്നുടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. അപ്പൊ ദൈവം തരുന്നതാണോ വിചാരം? പറ, ദൈവം തരുന്നതാണോ ഭാരം? ഭാരം. ഇനി എപ്പോഴും ഓർത്തോണം, എൻ്റെ ഭവനത്തിലെ നന്മ മൊത്തം ഞാൻ എങ്ങനെ ജീവിക്കേണ്ട ആളാണ് എന്നൊരു ബോധം എപ്പോഴും വരണം. ദൈവരാജ്യത്തിൽ എന്തെല്ലാം ഉണ്ട്, ഇതെല്ലാം എനിക്ക് വേണം. അതിന് ഞാൻ എന്ത് ചെയ്യണം? വിശ്വാസം എന്ന കറൻസി എനിക്ക് ആവശ്യമാണ്. ബ്രദറെ, ഞാൻ പ്രാർത്ഥിച്ചിട്ടും ബ്രദറെ എനിക്ക് ആ കാര്യം നടക്കുന്നില്ല, അതങ്ങോട്ട് എൻ്റെ ജീവിതത്തിൽ കിട്ടുന്നില്ല. എന്താ കിട്ടാത്ത കാരണം? ദൈവരാജ്യത്തിൽ സറാഫാത്തിലെ വിധവയുടെ വീട്ടിലേക്ക് ഉള്ള മാവ് ഇരിപ്പുണ്ട്, പക്ഷെ സറാഫാത്തിലെ വിധവ പ്രാർത്ഥിച്ചിട്ട് മാവ് വരുന്നില്ല. കണ്ടോ? സറാഫാത്തിലെ വിധവ പറഞ്ഞു, ഞാൻ യഹോവ ഭക്തനെ. സറാഫാത്തിലെ വിധവയ്ക്ക് യഹോവനെ അറിയാം, പ്രവാചകനെ അറിയാം, പ്രാർത്ഥനയെ അറിയാം, എല്ലാം അറിയാം. പക്ഷേ സറാഫാത്തിലെ വിധവ പ്രാർത്ഥിച്ചിട്ട് മാവ് വരുന്നില്ല. പക്ഷെ ഏലിയാവ് വന്നപ്പോൾ മാവ് വരുന്നു. കാരണം എന്നാ? കണ്ടോ? സറാഫാത്തിലെ വിധവയ്ക്ക് ദൈവരാജ്യത്തിലെ മാവ് എടുക്കാൻ പറ്റുന്നില്ല, പക്ഷെ ഏലിയാവിന് മാവ് എടുക്കാൻ പറ്റുന്നുണ്ട്. എന്തായിരിക്കും കാരണം? സറാഫാത്തിലെ വിധവയേക്കാൾ ആത്മമണ്ഡലത്തിൽ ആക്സസ് കൂടുതൽ ഏലിയാവിനുണ്ട്. കണ്ടോ? വ്യത്യാസം മനസ്സിലായി? ഒരു വ്യത്യാസം നിങ്ങൾ കാണിച്ചു തന്നില്ലേ? എന്തുകൊണ്ട് സറാഫാത്തിലെ വിധവയ്ക്ക് മാവ് കിട്ടുന്നില്ല? എന്തുകൊണ്ട് ഏലിയാവിന് മാവ് എടുക്കാൻ പറ്റുന്നുണ്ട്? കണ്ടോ? ഏലിയാവിന് പറയാണ്, ഇനി യഹോവ ഈ ക്ഷാമം കഴിയുന്നത് വരെ
നിന്റെ വീട്ടിൽ കലത്തിലെ മാവ് കുറയത്തില്ല. കണ്ടോ? അപ്പൊ എന്റെ ചോദ്യം, സറാഫാത്തിലെ വിധവയും യഹോവ ഭക്തയല്ലേ? അതെ. പിന്നെ എന്തുകൊണ്ടാണ് യഹോവ സറാഫാത്തിലെ വിധവയ്ക്ക് അത് കൊടുക്കാത്തത്? ഏലിയാവിന് എങ്ങനെ എടുക്കാൻ പറ്റി? അപ്പൊ വിശ്വാസത്തിന്റെ പ്രത്യേകത മനസ്സിലായോ? എവിടെയൊക്കെ ഒരു വേരിയേഷൻ വരുന്നത് കണ്ടോ? ഈ വേരിയേഷനാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. വർദ്ധിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ പറയാം, ബ്രദറിന്റെ ഇരിക്കുന്നത് വില കൂടിയ ഒരു ഐഫോൺ. നിങ്ങളുടെ ഫോൺ ഏതാ ഇരിക്കുന്നത്? ഐഫോൺ അല്ലാത്തൊരു ഫോൺ പറയാൻ പറ്റുമോ? ഞാൻ ഐഫോൺ ഉദാഹരണം പറഞ്ഞോളൂ. ഏത് വയ്ക്കണം? ഇപ്പം സാംസങ്ങിന്റെ ഏറ്റവും വില കൂടിയ ഫോൺ ഏതാ? അത് S25 ഏതാ? അത് ഏറ്റവും വില കൂടിയ ഫോൺ ഏതാ? സാംസങ്ങിന്റെ S25 ആണോ? ഓ, ഏതെങ്കിലും പറ, പെട്ടെന്ന് പറ. അറിയില്ല എന്നാ പോട്ടെ. ഇന്ന് ഞാനിപ്പോ പറയും ആപ്പിളിന്റെ ഫോൺ, ഐഫോൺ ഇരുന്നോട്ടെ, ഞാൻ അങ്ങ് ഐഫോൺ അങ്ങ് പറയും. ഓക്കെ, ഐഫോൺ അങ്ങ് പറയുക. ഐഫോൺ അങ്ങ് ഇരിക്കട്ടെ. നിങ്ങളിരിക്കുന്ന ഫോൺ ഏതാ? ഏതെങ്കിലും ഫോണിന്റെ പേര് പറ, അറിയാവുന്നവര് പറഞ്ഞു. അപ്പൊ എന്റെ ചോദ്യം അപ്പൊ അടുത്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ, നിങ്ങൾ രണ്ടുപേരും മനുഷ്യരല്ലേ, പിന്നെ എന്തുകൊണ്ടാണ് ആ മനുഷ്യന്റെ അത്രയും വലിയ ഫോണും ഈ സഹോദരിൽ ചെറിയ ഫോണും ഇരിക്കുന്നത്? കൊണ്ട് നിങ്ങൾ എന്നാ പറയും? പറഞ്ഞു. നിങ്ങൾ പറയും എനിക്കത് മതി പ്രധാന. അപ്പൊ ഞാൻ പറയും ആ സഹോദരൻ ഇഷ്ടംപോലെ കാശുള്ളതുകൊണ്ട് ഐഫോൺ മേടിച്ചു, എൻ്റെ ഇത്രയും പൈസ ഉള്ളതുകൊണ്ട് ഞാൻ, നിങ്ങൾ ചിലപ്പോൾ പറയൊക്കെ ദൈവം തന്ന പറയും, ഞാൻ പറയത്തില്ല. ഞാൻ ഇഷ്ടംപോലെ പൈസ ഉണ്ടായിരുന്നുകൊണ്ട് സഹോദരി ഐഫോൺ മേടിച്ചു, ഞാൻ വിവോ എന്തോ ആയിക്കോട്ടെ, ഓപ്പോയോ എന്തോ ആയിക്കോട്ടെ, ഞാനത് മേടിച്ചു. അല്ലെങ്കിൽ ഞാൻ ഏറ്റവും വില കൂടിയ ഫോൺ മേടിച്ചു. എന്തുകൊണ്ടാണ് ഡിഫറൻസ് വരാൻ കാരണം? കറൻസി. ഈ കറൻസിയുടെ അവൈലബിലിറ്റിയാണ് പ്രശ്നം. കറൻസി കൂടുതലുള്ളവൻ എന്ത് ചെയ്യും? കൂടുതൽ വാങ്ങും. ബൈബിളിൽ വാക്യമുണ്ട്, കൂടുതലുള്ളവന് കൂടുതൽ ലഭിക്കും. മത്തായി സുവിശേഷം വായിക്കുമ്പോൾ ഉള്ളവന് ലഭിക്കും, ഇല്ലാത്തവനോ ഉള്ളതുപോലെ എടുത്തുകൊണ്ട് പോകും. കണ്ടോ? ഉള്ളവനും ഇല്ലാത്തവനും. കണ്ടോ? അപ്പൊ ഈ ഡിഫറൻസ് മനസ്സിലായോ? ഞാനത് കറൻസി തുടങ്ങി അതുകൊണ്ടാണ്. നമ്മൾ ഈ വിശ്വാസം ഏലിയാവിന് സറാഫാത്തിലെ വിധവയുടെ കലത്തിൽ മാവ് കൊണ്ടുവരാൻ പറ്റി. സറാഫാത്തിലെ വിധവയ്ക്ക് ഇത് തന്നെ നമ്മൾ പറഞ്ഞത്, ബ്രദർ പ്രാർത്ഥിക്കുമ്പോൾ തീ ഇറങ്ങുന്നു, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പുക പോലും വരുന്നില്ല. അപ്പൊ നമ്മൾ പറയുമ്പോൾ ദൈവത്തിന് പക്ഷപാതമുണ്ട്. ഇല്ല, ആ ബ്രദർ തൻ്റെ വിശ്വാസത്തെ ഇനി വിശ്വാസം എങ്ങനെ വർദ്ധിപ്പിക്കുന്നു? ചോദ്യം, കറൻസി എങ്ങനെയാ വർദ്ധിപ്പിക്കുന്നത്? പൈസ എങ്ങനെയാ വർദ്ധിപ്പിക്കുന്നത്? ഒന്ന് പറയാവോ? പൈസ എങ്ങനെയാ വർദ്ധിക്കുന്നത്? കണ്ടോ? കൂടുതൽ അധ്വാനിച്ചാൽ കൂടുതൽ കറൻസി ഉണ്ടാവും, കുറച്ച് അധ്വാനിച്ചാൽ കുറച്ച് കറൻസി ഉണ്ടാവും. വീണ്ടും ദൈവരാജ്യത്തിലേക്ക് വരുവാണ്. വിശ്വാസം എങ്ങനെ വർദ്ധിക്കുന്നു? കേൾക്കുന്നത് കൊണ്ട് വർദ്ധിക്കുന്നു. പോരാ, ദൈവവുമായിട്ടുള്ളൊരു കണക്ഷൻ, ദൈവവുമായിട്ടുള്ള ബന്ധമാണ് നമ്മുടെ വിശ്വാസത്തിന്റെ വർധനവ്. ഹല്ലേലൂയ. ദൈവസന്നിധിയിലായിട്ടുള്ള കണക്ഷൻ നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കും. ഏലിയാവ് 40 രാവും 40 പകലുമൊക്കെ ദൈവസന്നിധിയിൽ ഇരുന്ന് കർത്താവിന്റെ സന്നിധിയിൽ വേർതിരിച്ചിരിക്കുന്നിട്ട് ഇറങ്ങി താഴേക്ക് വരുമ്പം ഇനി എണ്ണയല്ല, എന്താ പറഞ്ഞത്, സറാഫാത്തിലെ വിധയിലെ മാവല്ല, എന്നെ വേണേലും വരും. ബന്ധം അതാണ്. ഏലിയാവ് പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങിയിരിക്കും. കാര്യം കണക്ഷൻ കൂടുതലാണ്. കാര്യം ഏലിയാവ് സ്പെൻഡ് ചെയ്യുന്നു ദൈവസന്നിധിയിൽ. കണ്ടോ? ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ, ദൈവരാജ്യത്തിന്റെ ഏറ്റവും വലിയ മർമ്മം, ഈ രാജ്യത്തിൽ നിങ്ങൾ അവൈലബിൾ ആകണം. നോക്കിക്കേ, യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം 3-ാം വാക്യത്തിൽ പറഞ്ഞു, ആമേൻ ആമേൻ ഞാൻ ഇവിടെ പറഞ്ഞു, പുതുതായി ജനിക്കണം. പുതുതായി ജനിച്ചില്ല എങ്കിലോ ദൈവരാജ്യം കാണുവാൻ കഴിയത്തില്ല എന്ന് ഉത്തരം പറഞ്ഞു. നിക്കോദീമോസ് പറഞ്ഞു, വൃദ്ധനായ ശേഷം ഞാൻ എങ്ങനെ രണ്ടാമത് നമ്മുടെ ഉദരത്തിലേക്ക് വന്നു? യേശു പറഞ്ഞു, ആമേൻ ആമേൻ ഞങ്ങൾ വെള്ളത്താലും ആത്മാവിലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ കഴിയത്തില്ല. ജഡത്താൽ ജനിച്ചതെല്ലാം ജഡമാകുന്നു, ആത്മാവിൽ ജനിച്ചതെല്ലാം ആത്മാവാകുന്നു. കണ്ടോ? അടുത്ത വാക്ക്, കാറ്റിഷ്ടമുള്ളിടത്തേക്ക് ഊറുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും നീ എവിടേക്ക് പോകുന്നു എവിടെയെന്ന് അറിയുന്നില്ല. ആത്മാവിലാൽ ജനിച്ചവനോ അതുപോലെയാകുന്നു. ആമേൻ. നിക്കോദീമോസ് പറഞ്ഞു, അവരോട് ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചു. കണ്ടോ? നമ്മളാണ് ഇപ്പൊ പറഞ്ഞാൽ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ടാൽ ഈസിയാ. അന്ന് ഇത് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല. നിക്കോദീമോസിനോട് പറയുകയാണ്. ഇതൊന്നും നിക്കോദീമോസ് മനസ്സിലായില്ല. പക്ഷേ അടുത്ത വാക്യത്തിൽ യേശു പറയാണ്, ഭൂമിയിലുള്ളത് നിന്നോട് പറഞ്ഞിട്ട് നീ വിശ്വസിക്കുന്നില്ല എങ്കിൽ സ്വർഗത്തിലുള്ളത് നിന്നോട് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? കണ്ടോ? അപ്പൊ സ്വർഗത്തിലെ കാര്യമായി യേശു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, രക്ഷിക്കപ്പെടാന്നൊക്കെ പറയുന്നത്.
ഈ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്താ സംഭവം? നമ്മുടെ പലപ്പോഴും രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പല സമയത്തും, ഞാൻ ഈ പ്രയർ സ്റ്റേഷൻ എന്തുകൊണ്ടാണ് ഇത് പറയാനൊരു കാരണം, പ്രയർ സ്റ്റേഷനിൽ വന്ന് നിങ്ങൾ പ്രാർത്ഥിച്ച്, നമ്മൾ അന്യഭാഷാ പ്രാർത്ഥനകളും ആ ഒരു വിടുതലുമായിട്ട് ഇരിക്കുമ്പോൾ, ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ, കഴിഞ്ഞ ദിവസം നമ്മൾ കോട്ടയത്ത് മീറ്റിംഗ് ഉണ്ട്, ആൻറ്റി പറഞ്ഞതുപോലെ തന്നെ തലയിലൊരു മുഴയുണ്ടായിരുന്നു, ഭയങ്കര വേദന. നിങ്ങൾ സാക്ഷ്യം കേട്ടവർക്ക് അറിയാൻ പറ്റും. ആ സഹോദരി പറഞ്ഞു, ആ മുഴ അവിടെ എന്ത് ചെയ്തു, അപ്രതീക്ഷിതമായിപ്പോയി, ആ വേദന അവിടുന്ന് പോയി. പല ആൾക്കാരുടെയും ഇന്നലെ എനിക്കത് വലിയൊരു സാക്ഷി അവിടെ ഉണ്ടായിരുന്നു. കോട്ടയത്ത് മീറ്റിംഗ് കണ്ടവർക്ക് അറിയാൻ പറ്റും. അവിടെ ആ ധ്യാന കേന്ദ്രത്തിൽ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് ചെന്നൈയിൽ നിന്നൊരു ഫംഗ്ഷന് വന്നവരായിരുന്നു അവർ. അപ്പോൾ അവിടെ ഒത്തിരി നമുക്ക് ആ ഹോള് ശരിക്കും പറഞ്ഞാൽ വലിയ ഹോളാണ് നോക്കിയത്, 200 പേരുടെ ഹോളാണ് നോക്കിയത്. അപ്പം അവിടെ എല്ലാം ധ്യാനം നടക്കുന്നതുകൊണ്ട് നമുക്ക് കിട്ടിയത് ആ ഹോളാണ്. അപ്പോൾ അവർ പറഞ്ഞു, അവർ നോക്കിയ സമയത്ത് ഒത്തിരി സ്ഥലത്ത് ധ്യാനം നടക്കുന്നുണ്ട്. അപ്പോഴാണ് അവിടെ നമ്മുടെ വർഗീസ് ബ്രദറിനെ ആരോ കണ്ട്, അങ്ങനെ കണ്ടിട്ട് എന്നാ പരിപാടി എന്ന് വെച്ചപ്പോഴേക്കും പറഞ്ഞു, ഇവിടെ ഒരു പ്രാർത്ഥന നടക്കുവാണ്. അപ്പോൾ ഒന്നും പറഞ്ഞില്ല, അവർ പറഞ്ഞു ഒരു പേരോ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ഓക്കെ പ്രാർത്ഥനയല്ലേ, കൂടിയേക്കാന്ന് വിചാരിച്ച് കുറേ പ്രാർത്ഥന ധ്യാനത്തിൻ്റെ അകത്തുനിന്ന് നമ്മുടെ പ്രാർത്ഥനയിലോട്ട് അവർ വന്നു. അവിടെ വന്നതിന് ശേഷം ദൈവാത്മാവ് ആ മകളുടെ പേര് വെളിപ്പെടുത്തി. നിങ്ങൾ എത്ര പേര് ഇത് കണ്ടായിരുന്നു? കണ്ടു. അവിടെ ഉള്ളവർക്കും അറിയാം. അപ്പൊ ആ സഹോദരി ബ്രദർ പറഞ്ഞു, ഇത് ദൈവ നിയോഗം തന്നെ. കാരണം അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ പ്ലാൻ ചെയ്ത് വന്നതല്ല. ഇപ്പം ഞാൻ ഉദാഹരണം പലരും കളിയാക്കി പറയുന്നുണ്ട്, ഇതെല്ലാം ഡ്രാമയാണ്, കളിയാക്കുന്നവരുണ്ട്, ഇതൊക്കെ ചുമ്മാ തട്ടിപ്പാണ്, ഇതെല്ലാം മുൻമേ പ്രിപ്പയർ ചെയ്തിട്ട് ആൾക്കാരുടെ പേരും ഒക്കെ വിളിച്ചു പറഞ്ഞത് ഡ്രാമയാണ് പറയുന്നവരുണ്ടെന്ന് പറഞ്ഞ് കളിയാക്കുന്നത്. പോട്ടെ, നമ്മൾ കളിയാക്കുന്നത് അത് പിശാച് അവൻ്റെ ഡ്യൂട്ടി ചെയ്യട്ടെ, അവൻ 24 മണിക്കൂർ അവൻ്റെ ഡ്യൂട്ടി ചെയ്യട്ടെ, നമ്മൾ അവൻ്റെ പുറകോട്ട് കാര്യമില്ല. അപ്പോൾ അവർ പറഞ്ഞൊരു വാക്കുണ്ട്, അവർ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല, അവരുടെ പേരോ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, അവർ യാദൃശികമായി ഫംഗ്ഷന് വന്നവരാ. അപ്പോൾ ഒരു ഫെലോഷിപ്പിൻ്റെ അകത്ത്, ഒരു കൂട്ടായ്മയ്ക്കകത്ത്, ദൈവത്തിൻ്റെ ഒരു കൂട്ടായ്മയ്ക്കകത്തോട്ട് വന്നു കഴിയുമ്പോൾ അവരെ കർത്താവ് കണക്ട് ചെയ്യുക. കണ്ടോ, ദൈവവുമായിട്ട് എവിടെയോ അതായത് അത് ഇരുന്നത് കോട്ടയത്താണെങ്കിലും ദൈവരാജ്യത്തിൻ്റെ അകത്തോട്ട് വന്നപ്പം ഒരു മുൻപരിചയമില്ലാത്ത ആളുകൾ തമ്മിൽ പരിചയമുള്ള ആൾക്കാരെ പോലെ പേര് വിളിക്കുന്നു, അവരുടെ കാര്യങ്ങൾ സംസാരിക്കുന്നു, അവരുമായിട്ടൊരു കണക്ഷൻ വരികയാണ്. കണ്ടോ, അപ്പോൾ ഒരു രാജ്യം അവരെ പൊതിയുകയാണ്. ഈ രാജ്യത്തിന്റെ പ്രത്യേകത ബൈബിളിൽ പറഞ്ഞൊരു വാക്യമുണ്ട്, ഇവിടെ സകലതും നഗ്നവും മലർന്നവുമായി നിൽക്കുന്ന എബ്രായ ലേഖനം. ദൈവത്തിന്റെ വചനം ഏത് വലനേക്കാൾ മൂർച്ചയുള്ളതും അത് പ്രാണനെയും ആത്മാവിനെയും സദ്യമജ്ജകളെയും വേർപിടിക്കുമാറ് തുളഞ്ഞു ചെല്ലുന്നു. ദൈവത്തിന് സകലതും നഗ്നവും മലർന്നവുമാണ്, ഒന്നും മറവല്ല. കണ്ടോ, ദൈവത്തിന് എല്ലാം അറിയാം. അപ്പോൾ ഒരു വ്യക്തി ദൈവസന്നിധിയിലേക്ക് കണക്റ്റഡ് ആകുമ്പോൾ നിങ്ങളുടെ സകല കാര്യങ്ങളെയും ദൈവവുമായിട്ട് കണക്റ്റഡ് ആകുക. അപ്പോൾ നിങ്ങൾ കൂടുതൽ ദൈവസന്നിധിയിൽ സമയങ്ങൾ വേർതിരിച്ചിരുന്നാൽ ദൈവരാജ്യത്തിന്റെ സ്വാധീനം നിങ്ങളുടെ മേലേക്ക് വരും. ഏലിയാവിന്റെ പ്രത്യേകത നമുക്ക് നോക്കുമ്പോൾ, ഏലിയാവ് സറാഫാത്തിലെ വിധവയുടെ വാതിൽക്കൽ വന്ന് മുട്ടിയത് അറിയത്തുള്ളൂ. അതിന് മുമ്പ് ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ഒരു ഏലിയാവിനെ കാണാൻ പറ്റും. ഏലിയാവ് ദൈവസന്നിധിയിൽ സമയം സ്പെൻഡ് ചെയ്യുകയാണ്, 40ഉം 60ഉം 40. അതുകൊണ്ടാണ് നമ്മൾ പറയത്തില്ല, ഏലിയാവ് ഈ തല കുനിച്ച് കാലിന്റെ ഇടയിൽ തല തിരികെ വെച്ച് പ്രാർത്ഥിച്ചു എന്നുള്ളൊരു വാക്യമുണ്ട്. നിങ്ങൾ എത്ര ശ്രദ്ധിച്ചിട്ടുണ്ട്? അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? അദ്ദേഹം കുമ്പിട്ട് കൊണ്ട് തന്റെ വയറും ശരീരവും ഒക്കെ ഒട്ടിയ മനുഷ്യനാ. അത്രത്തോളം താൻ ഫ്ലെക്സിബിൾ ആണ്. തല താഴോട്ട്, നമുക്കൊന്ന് കുനിയാൻ പറ, എന്നാ പാടല്ലേ. അവിടെ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥനയും ദൈവസന്നിധിയിൽ ഇരുന്ന് തന്റെ ശരീരം എന്ത് ചെയ്തു, ഫ്ലെക്സിബിളായി. ദിവസങ്ങൾ, മാസങ്ങൾ, മണിക്കൂറുകൾ പ്രാർത്ഥനയിൽ ഇരുന്നിരുന്ന്. അപ്പൊ ഈ മനുഷ്യൻ പുറത്തോട്ട് ഇറങ്ങിയാൽ തീ ഇറങ്ങാൻ പറഞ്ഞാൽ തീ ഇറങ്ങും. സറാഫാത്തിലെ വിധവയുടെ വീട്ടിൽ പോയിട്ട് കലത്തിൽ മാവ് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ഉണ്ടാകും. നമ്മളാണ് പ്രാർത്ഥിച്ച്, എൻ്റെ യേശുവേ സറാഫാത്തിലെ വിധവയുടെ ദാരിദ്ര്യത്തിന്റെ കെട്ട് പൊട്ടട്ടെ, ബന്ധനം അഴിയട്ടെ, അവിടെ മാവ് ഉണ്ടാകട്ടെ, പൈശാചിക ബന്ധനം അഴിയട്ടെ. നമ്മളിരുന്ന് കൽപ്പിച്ച് കാലം പോലും മടുക്കും. പക്ഷെ ഏലിയാവ് അവിടെ കൽപ്പിച്ചുമില്ല, ഒന്നുമില്ല. ആ കലമൊക്കെ മേടിച്ചോണ്ട് വാ, അങ്ങ് പകരാൻ പറഞ്ഞു. കണ്ടോ, അപ്പൊ പ്രാർത്ഥിക്കുന്നവൻ, ദൈവവുമായിട്ട് കണക്ഷൻ ഉള്ളവൻ ദൈവരാജ്യത്തിലെ സോഴ്സുകളുടെ അകത്താണ് നിൽക്കുന്നത്. കണ്ടോ, അപ്പൊ ഏലിയാവിന്റെ വിശ്വാസത്തിന്റെ ഡൈമെൻഷൻ വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ദൈവസന്നിധിയിൽ നിങ്ങൾ ചേർന്നിരിക്കുമ്പം വചനം, അപ്പൊ ആൾക്കാർ തെറ്റുന്നറിയോ, ഓ ബ്രദറെ ഞാൻ വചനമെല്ലാം പറയുന്നുണ്ട് ബ്രദറെ. ഈ വചനം പറയുക എന്നുള്ളത് മാത്രമല്ല വിശ്വാസത്തിന്റെ വർധനവ്. വചനവുമായിട്ട് ദൈവസാന്നിധ്യം നിങ്ങളുടെ അകത്തൊരു കണക്ഷൻ ഉണ്ടാകണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസം തന്നെ വർദ്ധിക്കും.
പക്ഷെ വചനം അപ്പൊ പറയണം. വചനം പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നില്ലെന്ന് വിചാരിച്ചു. വചനം പറഞ്ഞുകൊണ്ട് മാത്രം ഇരിക്കുക. എല്ലാ തോന്നിവാസവും നമുക്കുണ്ടെന്ന് വിചാരിച്ചു. തോന്നിവാസം ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നും തിരിക്കല്. നമ്മൾ വചനം പറയുന്നുണ്ട്, പക്ഷെ നമ്മൾ ദൈവസന്നിധിയിൽ വില കൊടുക്കുന്നില്ല, ഇരിക്കുന്നില്ല, സ്പെൻഡ് ചെയ്യുന്നില്ല. കർത്താവുമായിട്ട് നമുക്ക് കണക്ഷൻ ഒന്നുമില്ല. നമ്മളിങ്ങനെ കറങ്ങി നടക്കുക. അവിടെ എന്ത് സംഭവിക്കുന്ന അറിയോ? വിശ്വാസത്തിന് വർദ്ധിക്കാൻ കഴിയും. കാര്യം നമ്മൾ എന്നറിയോ, ഈ വാക്ക് യേശു നോക്കിക്ക്, ജഡത്താൽ ജനിച്ചത് ജഡമാണ്. അപ്പൊ ജഡം കൂടുതൽ ഫോക്കസ്ഡ് ആവും ലോകവുമായിട്ട് എപ്പോഴും കണക്കണം. ഇവിടെയാണ് വിചാരങ്ങൾ ഉണ്ടാകുന്നത്. നിങ്ങൾ എപ്പോഴേലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ഈ പ്രാർത്ഥനാ സന്നിധിയിൽ കൂട്ടായ്മയിലൊക്കെ വരുമ്പം അതുവരെ ഗ്യാസ് ഓഫ് ചെയ്തോ, ചിട്ടിക്കാരൻ വിളിക്കുമോ, വീടിന്റെ കാര്യം എന്താവും, കടവാരം എന്താവും, പ്രശ്നം എന്താവും, ഇതെല്ലാം ഓർത്തോണ്ടാണ് ബസ്സിൽ കയറി വന്നത്. പക്ഷെ അവിടെ പാട്ട് പാടി ആരാധിച്ച് കൈയൊക്കെ അടിച്ച് നന്ദിഭാഷയൊക്കെ പറഞ്ഞ് ആരാധിക്കുമ്പോൾ ഇതൊക്കെ മറക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെങ്കിലും? വീട്ടിലെ കാര്യം മറന്നുപോയി, നാട്ടിലെ കാര്യം മറന്നുപോയി, കൊച്ചിന്റെ കാര്യം മറന്നുപോയി, ഏതോ ഒരു വല്ലാത്തൊരു അനുഭൂതിയിലേക്ക് നമ്മൾ ആത്മാവിൽ പോവുക. ശ്രദ്ധിച്ചിട്ടുണ്ടോ നമുക്ക് ഉണ്ടാകുന്ന? കണ്ടോ? ഇനി അവിടെ ശുശ്രൂഷിക്കുന്ന ദൈവദാസൻ ആത്മാവിലാണ് ശുശ്രൂഷിക്കുന്നെങ്കിൽ പിന്നെ അതും കൂടെ നമ്മൾ മറന്നുപോകും. ആ ഇരിക്കുന്ന സ്ഥലമൊക്കെ മാറി നമ്മൾ അങ്ങ് ഇരിക്കും. പിന്നെ നമ്മൾ അത് ഓർക്കുന്നത് എപ്പോഴാ? പ്രാർത്ഥന കഴിഞ്ഞ് ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴാ. അപ്പൊ ഇത്രയും നേരം എന്താ സംഭവിച്ചത്? ഇത്രയും നേരം നമ്മുടെ ഒരു ദൈവരാജ്യത്തിന്റെ വലിയൊരു ഔട്ട് പോറിങ്ങിന്റെ അകത്തിരുന്നു കൊണ്ട് മറന്നുപോയി പലതും. അങ്ങനെയെങ്കിൽ ഈ സാന്നിധ്യത്തിന്റെ അകത്ത് എല്ലാ ദിവസവും ഇരുന്നാലോ വിചാരപ്പെടത്തില്ല. പകരം നമ്മുടെ അകത്തുനിന്നും ദൈവരാജ്യത്തിന്റെ സോഴ്സുകളെ എടുത്തുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഇവിടെയാണ് ഫെലോഷിപ്പ് എന്ന് പറയുന്നത്, കൂട്ടായ്മ. മനുഷ്യനുമായിട്ടുള്ള കൂട്ടായ്മയല്ല, ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ. ഇതാണ് എബ്രായത്തിൽ പറയുന്നത്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. നമുക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം വചനം കേൾക്കാഞ്ഞിട്ടല്ല. ബ്രദർ എനിക്ക് അങ്ങനെ ബ്രദർ പറയുന്ന പോലെ എനിക്ക് പറ്റുന്നില്ല ബ്രദർ, ഞാൻ വചനമൊക്കെ പറഞ്ഞു, പക്ഷെ എനിക്ക് അങ്ങോട്ട് വിശ്വാസത്താൽ അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. കാരണം ഇരിക്കുന്നില്ല ദൈവസന്നിധിയിൽ. നമ്മൾ ദൈവസന്നിധിയിൽ സമയം സ്പെൻഡ് ചെയ്യണം. ഞാനെന്താ പറഞ്ഞത്? സറാഫാത്തിലെ വിധവ യഹോവ ഭക്തിയാണ്. അതുകൊണ്ടാണ് പ്രവാചകനെ കണ്ടപ്പോഴേക്ക് ആരാന്ന് ചോദിച്ചില്ല. നീ ദൈവത്തിന്റെ ദാസനാന്നാ പറയുന്നത്, യജമാനൻ എന്നൊക്കെ വിളിക്കുന്നത്. കണ്ടോ? ഒരു വഴിപോക്കനെ കയറി ആരെങ്കിലും ഇങ്ങനെയൊക്കെ വിളിക്കുവോ? ഇല്ല. ഇത് മുൻപരിചയമുണ്ട്. ഇത് പ്രവാചകനാന്നും യഹോവയുടെ ഭക്തനാന്നും യഹോവയുടെ പ്രവാചകനൊക്കെ നന്നായിട്ട് അറിയാവുന്ന സറാഫാത്തിലെ വിധവ. പക്ഷേ സറാഫാത്തിലെ വിധവ പ്രാർത്ഥിച്ചിട്ട് മലത്തിൽ മാവ് വരുന്നില്ല. കണ്ടോ? വ്യത്യാസം മനസ്സിലായോ? ഇവിടെയാണ് നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത്, എന്തുകൊണ്ട് ഈ വ്യത്യാസം വരുന്നു. അപ്പൊ നമ്മൾ പറയാം അത് വിളിയാന്ന് പറയും. വിളിയല്ല, വില കൊടുക്കണോ. എന്താ വിലയെന്ന് പറയുന്നത്? ഈ ലോകത്തിലെ കണക്ഷനെ വിട്ടിട്ട് ദൈവരാജ്യത്തിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്താൽ ഇന്ന് നിങ്ങൾ ഓടിയിട്ടും കിട്ടാത്ത വിഷയങ്ങൾ ഒറ്റയടിക്ക് കിട്ടും. സറാഫാത്തിലെ വിധവ മില്ലിൽ പോയി അരി പൊടിപ്പിച്ച് അത് പുളിപ്പിച്ച് കലക്കി ഒരു ദിവസം മുഴുവൻ വെച്ച് പിറ്റേ ദിവസം രാവിലെ ഉണ്ടാക്കേണ്ട മാവ് ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാക്കി, ഒറ്റ സെക്കൻഡ് കൊണ്ട്. കണ്ടോ? ഇതെന്നാ ഏലിയാവേ പരിപാടി? ഇതാണ് ദൈവരാജ്യത്തിലെ മാവ്. ദൈവരാജ്യത്തിന്റെ മാവ് കിട്ടിയാൽ പിന്നെ കടയിൽ പോകണ്ട, മില്ലിൽ പോകണ്ട. അതാണ് നമ്മൾ ജീവിക്കുന്നത്. ദൈവരാജ്യത്തിന്റെ സമ്പത്ത് കൊണ്ട് ജീവിക്കണം. ഞാൻ എപ്പോഴും നമ്മൾ ഈ മിറക്കിൾ മണിയെ ഇതുകൊണ്ട് നോക്കി, അതിന് ഏലിയാവ്, ഞാൻ സേവിച്ചു നിൽക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാണ് ഞാൻ ഇന്ന് വന്ന് എന്നേക്ക് കാണിച്ചതെന്ന് പറഞ്ഞു. അങ്ങനെ ഈ വാക്യമല്ല, 18-ാം വാക്യത്തിലേക്ക് പറഞ്ഞതുപോലെ അപ്പൊ ഏലിയാവിന്റെ കാലത്ത്, ഏലിയാവിന്റെ പ്രവാചക കാലത്ത് നിങ്ങൾ എപ്പോഴും ഓർത്തോണം, ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും നമുക്ക് നന്മ വരും. ദൈവത്തിന്റെ സന്നിധിയിലെ നന്മകളെ അനുഭവിക്കുവാൻ ദൈവം നമുക്ക് വേണ്ടി എന്ത് ചെയ്യും? നോക്കിക്കേ, നീ എഴുന്നേറ്റ് സീദോനോട് ചേർന്ന് സറാഫാത്തിൽ ചെന്ന് അവിടെ പാർക്കുക, നിന്നെ പുലർത്തേണ്ടതിന് അവിടെ ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ എഴുന്നേറ്റ് സറാഫാത്തിൽ പോയി പട്ടണവാതിൽക്കൽ എത്തിയപ്പോൾ ഒരു വിധവ വിറവൊരുക്കൊണ്ടിരിക്കുന്നു. എനിക്ക് കുടിപ്പാൻ ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അവൾ കൊണ്ടുവരുവാൻ പോകുമ്പോൾ ഒരു കഷ്ണം അപ്പവും കൂടെ നിന്റെ കയ്യിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അവൻ വിളിച്ചു പറഞ്ഞു, അതിനവൾ, നിന്റെ ദൈവമായ യഹോവയാണ്. കണ്ടോ? അപ്പൊ ഏലിയാവ് വഴിപോക്കനല്ല, ഏലിയാവിനെ അറിയാം. നിന്റെ ദൈവമായ യഹോവയാണ്, വിശ്വാസിയാണ്, യഹോവ ഭക്തയാണ്, യഹോവയെ അറിയാവുന്ന ആളാണ്. പക്ഷെ കലത്തിലെ മാവില്ല. നോക്കിക്കേ, കലത്തിൽ ഒരു പിടി മാവും ഒരു തുരുത്തിയിൽ അല്പം എണ്ണയും അല്ലാതെ എനിക്കൊരു അപ്പവും ഇല്ല എന്ന് പറഞ്ഞു. കണ്ടോ? ഏലിയാവ് പറയാണ്,
ഏലിയാവോട് ഭയപ്പെടേണ്ട, നീ പറഞ്ഞതുപോലെ ചെയ്യുക. ഞാൻ ആദ്യം എനിക്കുള്ളൊരു ചെറിയ അടയുണ്ടായിക്കൊണ്ട് വരിക, പിന്നെ നിനക്കുള്ളത് നിന്റെ മകൻ ഉണ്ടായിക്കൊണ്ട് വരിക എന്ന് പറഞ്ഞു. അടുത്ത വാക്യം, യഹോവ ഭൂമിയിൽ മഴ പെയ്യ്ക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോകത്തില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകുകയില്ല എന്ന് ഞാൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ അരുളി ചെയ്യുന്നെന്ന് പറഞ്ഞു. അവൾ ചെന്ന് ഏലിയാവിന് പറഞ്ഞതുപോലെ അത് ചെയ്തു. അങ്ങനെ അവളും അവളുടെ വീട്ടുകാരും ഏറിയ നാൾ അഹോവൃത്തി കഴിച്ചു. യഹോവ ഏലിയാവ് മുഖാന്തരം അരുളി ചെയ്ത വചനപ്രകാരം കലത്തിലെ മാവ് തീർന്നു പോയില്ല, ഭരണിയിലെ എണ്ണ വറ്റിയില്ല. ആമേൻ. കണ്ടോ എൻ്റെ പ്രിയരെ? അപ്പൊ എന്താ വ്യത്യാസം? ഒരു സ്ഥലത്ത് യഹോവ ഭക്തിയായ വിധവ, സറാഫാത്തിലെ വിധവ, ഒരു സ്ഥലത്ത് ദൈവത്തിന്റെ പ്രവാചകൻ. ഇവർ തമ്മിൽ എന്നാ വ്യത്യാസം? ഒരാൾ പ്രാർത്ഥിച്ചിട്ട് കിട്ടുന്നില്ല മാവ്, മറ്റേ ആൾ ഈസി ആയിട്ട് പറയുക, പോയി ചെന്നൊരു അടയുണ്ടാക്കിക്കൊണ്ട് വാ, എന്നിട്ട് പറയുക നാളെ മുതൽ മാവൊന്നും തീരത്തില്ല. കണ്ടോ ഇതെന്നാ ഈ പരിപാടി? എന്താ വ്യത്യാസം? കറൻസി വ്യത്യാസമുണ്ട്. ദൈവവുമായുള്ള ബന്ധം വളരെ ബന്ധം. ശ്രദ്ധിച്ച്, ഈ ദിവസങ്ങളിൽ പ്രാർത്ഥന മാത്രം പോരാ, വചനം ഇങ്ങനെ കേട്ടാൽ മാത്രം പോരാ, ദൈവവുമായിട്ടൊരു ബന്ധം വേണം. ദൈവസന്നിധിയിൽ ഇരിക്കണം. ഞാൻ ഇരിക്കുന്നുണ്ട് ബ്രദറെ, എന്നാ കാണിച്ച നിങ്ങളുടെ വിശ്വാസം. അതിപ്പോ ഏലിയാവൊക്കെ അല്ലേ ബ്രദറെ? അത് നമ്മുടെ എലീശയൊക്കെ അല്ലേ? കണ്ടോ എന്താ നിങ്ങൾ പറഞ്ഞിട്ട് വരാത്തത്? ബന്ധം. നമുക്ക് കിട്ടുന്ന കറൻസി ആയ വിശ്വാസം വർദ്ധിപ്പിക്കണം. പോരാ, പലതും ഇനിയും വരാനുണ്ട്. ദൈവരാജ്യത്തിൽ നിന്ന് കീറണം ഭാഗത്തോട്ട്. കറൻസി വർദ്ധിക്കണം. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ വേർതിരിച്ചിരിഞ്ഞ്, കർത്താവ് ഈ ദിവസങ്ങളിൽ ഒരു വിടുതൽ നമുക്ക് ലഭിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ കുഴപ്പമല്ല, നമ്മുടെ വിശ്വാസം കുറച്ചും കൂടെ കൂടുതലാക്കേണ്ടതുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവവുമായിട്ടുള്ള ബന്ധം ഒന്ന് വർദ്ധിപ്പിച്ച് ദൈവസന്നിധിയിൽ നിന്ന് തിരക്കാന്ന് എനിക്കറിയാം, നല്ല തിരക്കാന്ന് എനിക്കറിയാം. തിരക്കൊക്കെ മാറ്റി വെച്ചിട്ട് മാസത്തിലൊന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇരിക്കി പഠിക്കുക. എല്ലാ ദിവസവും ഒന്ന് പ്രാർത്ഥിച്ച് കർത്താവേ അങ്ങയുടെ സന്നിധിയിൽ ഒന്ന് ഇരിക്കുവാൻ, പ്രാർത്ഥനയിൽ വചനത്തിലൊക്കെ കൂടുതലൊന്ന് വചനം ഭക്ഷിക്കണം. ദൈവവുമായിട്ടൊരു ബന്ധം എനിക്ക് വേണം. ഒന്ന് പ്രാർത്ഥിക്കണേ, കർത്താവേ അങ്ങുമായി ആഴമായൊരു ബന്ധം. പലപ്പോഴും സറാഫാത്തിലെ വിധവയെ പോലെ ഞാൻ യഹോവ ഭക്തിയൊക്കെയാ, പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചിട്ട് മാവും വരുന്നില്ല, എണ്ണയും വരുന്നില്ല, ആത്മഹത്യയെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഏലിയാവ് വന്നപ്പോൾ ഒറ്റ സെക്കൻഡ് എല്ലാം സെറ്റിൽ ചെയ്തു. കണ്ടോ, മാവും വന്നു, എണ്ണയും വന്നു, അഹോവൃത്തി കഴിച്ചു. മരണം എന്നുള്ള ചിന്ത, മരണം ആത്മഹത്യയല്ലോ. ഇന്നാൾ പറഞ്ഞപ്പോൾ ആത്മഹത്യ എന്ന് പറഞ്ഞു പോയി. മരിക്കാൻ തീരുമാനിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവർ മരണം സുനിശ്ചിതമാണ്. ഇതുകൂടെ തീർന്നാൽ പിന്നെ പട്ടിണി കിടന്ന് മരിക്കും. അവിടെ പട്ടിണി മാറി, മരണം മാറി, ജീവിതം തുറന്നു. കണ്ടോ, കാരണം ദൈവവുമായിട്ട് ബന്ധം വർദ്ധിക്കും തോറും ആക്സസ് വർദ്ധിക്കും. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളിൽ ഐഫോൺ ഉണ്ടോ, എൻ്റെ കയ്യിൽ ഓപ്പോയുടെ ഫോൺ ഉണ്ടോ? കാരണം എന്നറിയോ? എളിമ കാണിക്കാൻ വേണ്ടിയല്ല, പകരം ബ്രദറിൻ്റെ അല്ലെങ്കിൽ സിസ്റ്ററുടെ മേടിക്കാനുള്ള കാശുണ്ട്, എൻ്റെ കയ്യിൽ അതില്ല. കാരണം കറൻസിയുടെ ലഭ്യത കുറവാണ്. ഈ ദിവസങ്ങളിൽ വിശ്വാസം എന്ന ദൈവരാജ്യത്തിന്റെ കറൻസി, പൊന്നോ വെള്ളിയോ എനിക്കില്ല. നസ്രയനായ യേശുനാഥൻ എനിക്ക് എങ്ങോട്ട് വരുമ്പോൾ 9 മണി നേരത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകും. കണ്ടോ, സ്ഥിരം പരിപാടി പ്രാർത്ഥന അപ്പോസ്തലന്മാർ. അതുകൊണ്ട് എന്നാ പറ്റി? കറൻസി അങ്ങോട്ട് വർദ്ധിക്കും. ശിഷ്യന്മാർ ആദ്യം കർത്താവ് ഞങ്ങളുടെ വിശ്വാസം യേശു ഒന്നും മറുപടി പറയുന്നില്ല. അവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞങ്ങളുടെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിച്ചതാ. അവിടെ യേശുവിന് മറുപടി, കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് നീങ്ങി. ചോദിച്ചത് എന്തുവാ? വർദ്ധിപ്പിക്കാനാണ്. പറഞ്ഞത് എന്തുവാ? വിശ്വാസം ഉണ്ടെങ്കിൽ. എങ്ങനെ വിശ്വാസം ഉണ്ടാകുന്നത്? ഫെലോഷിപ്പ്, കൂട്ടായ്മ, കർത്താവുമായിട്ടുള്ള ബന്ധം. അതുകൊണ്ടാണ് പലപ്പോഴും ദൈവസന്നിധിയിലേക്ക് നമ്മൾ ടെൻഷൻ ഫ്രീ ആകുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആരാധിച്ച് പ്രാർത്ഥിച്ചൊക്കെ പോകുന്ന സമയത്ത് എന്നാ ഫ്രീയാ മനസ്സ്, ശരീരവും. ചിലങ്ങനെ ചിലപ്പോൾ ഞാൻ പറയാം, ആരാധനയ്ക്ക് പോകാൻ വിട്ടുകൊടുക്കണം. ചിലരുണ്ട് ആരാധിച്ച് മുഴിക്കും ആൾക്കാരെന്തെങ്കിലും വിചാരിക്കും, വിട്ടുകൊടുക്കത്തില്ല. അവിടെയാ പ്രശ്നം. നമ്മുടെ ഭാരവും പിടിച്ചോണം നമ്മൾ തുള്ളുന്നത്. അങ്ങ് വിട്ടുകൊടുത്ത് ആരാധിച്ചോണം. മറിഞ്ഞു വീഴണം, മറിഞ്ഞു വീഴട്ടെന്നേ, അങ്ങ് പോട്ടെ എല്ലാം. നമ്മളെ തന്നെ അങ്ങ് വിട്ടുകൊടുത്തോണം. നമ്മുടെ ടെൻഷനൊക്കെ ഒന്ന് ഫ്രീ ആകട്ടെ, പരിശുദ്ധാത്മാവ് ഒന്ന് കയറി നിറയട്ടെ അകത്തോട്ട്. വിട്ടുകൊടുത്ത് എപ്പോഴും നമ്മൾ ഞാൻ എങ്ങനെ ആരാധിക്കും, എല്ലാം മാറുന്നങ്ങ് ആരാധിച്ചോണം, മസിൽ പിടിക്കാതെ അവിടെ ഇരുന്നുകൊണ്ട്. അതുകൊണ്ട് ഈ ഭാരമെല്ലാം അവിടെ കയറി വരുന്നത്. വിട്ടുകൊടുക്കണം. നമ്മുടെ കർത്താവുമായിട്ടൊരു ബന്ധം എങ്ങനെ ഈ ദിവസം പറ, കർത്താവ് അങ്ങയുമായിട്ടൊരു ആഴമായ ബന്ധം എനിക്കണം. അപ്പൊ തമ്പുരാൻ തന്നെ നമ്മളെ കൊണ്ട് ഇരുത്തുവന്നേ. ഒരുമിച്ച് പ്രാർത്ഥിക്കുക. യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന് അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ വീര്യപ്രവർത്തികൾ ഇന്ന് സംഭവിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവ് ഇന്ന് ഈ ദിവസങ്ങളിൽ കർത്താവുമായൊരു ആഴമായ ബന്ധം,
ദൈവവുമായൊരു ബന്ധം എനിക്ക് വേണം അപ്പ. പരിശുദ്ധാത്മാവിൻ്റെ സന്നിധിയിൽ ഇരിക്കുവാൻ, കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് കൂട്ടായ്മ ആചരിപ്പാൻ നമുക്ക് ഇരിക്കാൻ സ്വയമായി പറ്റത്തില്ല. കാരണം ഇതൊക്കെ ദൈവവുമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന് പ്രാർത്ഥിച്ച്, യേശുവേ, പരിശുദ്ധാത്മാവെ, എന്നെ ഒന്ന് സ്പർശിക്കുമാറാകണമേ. എൻ്റെ യേശുവേ, അങ്ങയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്ന യേശുവേ, ഇന്ന് രോഗികളായി ഭാരപ്പെടുന്നവരൊക്കെ രോഗമുള്ള ഭാഗത്ത് കൈയെടുത്ത് വെച്ച്, എൻ്റെ യേശുവേ, എൻ്റെ കർത്താവേ, എൻ്റെ പരിശുദ്ധാത്മാവേ, അങ്ങയുമായൊരാഴമായ ബന്ധം എനിക്ക് ഈ ജീവിതത്തിൽ, ഈ ഭൂമിയുമായിട്ടുള്ള ബന്ധമല്ല വേണ്ടത്. ദൈവരാജ്യത്തിൻ്റെ വേരിറങ്ങി നിൽക്കുന്ന ഒരു ബന്ധമാണ്. ഞാൻ ദൈവരാജ്യത്തിലാണെങ്കിലും എൻ്റെ പൈസയില്ല, വിശ്വാസമാകുന്ന കറൻസി എനിക്കില്ല. അതുകൊണ്ട് എനിക്ക് പലതും ക്രയവിക്രയം ചെയ്യാൻ പറ്റുന്നില്ല, പലതും വാങ്ങാൻ കഴിയുന്നില്ല. എല്ലാം കാണാൻ പറ്റുന്നുണ്ട്, ബൈബിളിൽ എല്ലാം ഉണ്ടെന്ന് എനിക്കറിയാം. നന്മയുണ്ട്, ആരോഗ്യമുണ്ട്, ബലമുണ്ട്, വീടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എനിക്കൊന്നും വാങ്ങാൻ പറ്റുന്നില്ല. വിശ്വാസമാകുന്നത് കറൻസി എൻ്റെ അകത്തൊന്ന് വർദ്ധിപ്പിക്കണം. ഞാൻ വചനം കേൾക്കുമ്പോൾ വർദ്ധിക്കുമെങ്കിലും സാന്നിധ്യം കൊണ്ട് അതിനെ ഉറപ്പിക്കണേ അപ്പ. യേശുവേ, എൻ്റെ ഉള്ളത്തിൽ ഭാരങ്ങൾ, പിറുപിറുപ്പും അവിശ്വാസവും കയറുന്നത് കൊണ്ടാണ് വിശ്വാസത്തിന് കറക്റ്റായിട്ട് പ്രവർത്തിക്കുന്നത്. അതെല്ലാം മാറി പരിശുദ്ധാത്മാവിൻ്റെ ഒരു സാന്നിധ്യം. ഓ യേശുവേ, താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്, ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാനൊരു വ്യക്തിയുടെ ഈ പേരുമായിട്ട് ബന്ധപ്പെട്ടൊരു ഷോർട്ട് ഫോം കാണുവാണ്. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഈ TB എന്ന് പറയുന്ന, TB എന്ന് പറയുന്ന ഒരു ഇനിഷ്യൽ പോലെ ഏതൊരു വ്യക്തിയായിട്ട് കാണുക. TB ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണ്? TB. ഇതൊരു ഇനിഷ്യൽ പോലെ ഞാൻ കാണുക. ഇന്ന് സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പ വലിയൊരു നന്മ ആ വ്യക്തിയുടെ ഭവനത്തിലേക്ക് ഉണ്ടാകട്ടെ. ഹോളി സ്പിരിറ്റ്, എൻ്റെ യേശുവേ, അങ്ങ് ആ കുടുംബത്തെ സഹായിക്കുന്നല്ലോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. പറഞ്ഞു ബ്രദർ. T എന്റെ ഹസ്ബൻഡിന്റെ ഇനിഷ്യലാണ്, B എന്റെ ഇനിഷ്യലാണ്. സിസ്റ്ററാണ് B വരുന്നത്. അതെ, വിജയകുമാരി VB, അതിലെ ഒരു B. T വരുന്നത് ഹസ്ബൻഡിൻ്റെയാ. ഹസ്ബൻഡിന്റെ T. അന്ന് യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചു. കർത്താവ്, ഞങ്ങൾ ഇന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പാ. ദൈവം ഞങ്ങളുടെ കൃപ ഇന്ന് അവിടെ വ്യാപരിക്കട്ടെ. വലിയ നന്മകൾ ഉണ്ടാകട്ടെ. ആ വഴികൾ തുറന്നു വരട്ടെ. ദൈവരാജ്യത്തിന്റെ പ്രവൃത്തികൾ യേശുവിന്റെ നാമത്തിൽ ഉണ്ടായി വരട്ടെ. നന്മകൾ നിറയട്ടെ. വലിയ സാന്നിധ്യം കൊണ്ട് കർത്താവ് അങ്ങ് മൂടട്ടെ. ഞാൻ റിലീസ് ചെയ്യുന്ന ആമേൻ പറഞ്ഞെടുത്ത് വെച്ചിട്ടേ. കർത്താവേ, ഞാൻ ഈ താനിവേൽ എന്ന് പറഞ്ഞൊരു വീട്ടുപേര് കാണുക. താനിവേലിൽ, ആ വീട്ടുപേരുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണ്? താനിവേലിൽ ഇന്ന് ആ കുടുംബത്തിൻ്റെ അകത്ത് ഇങ്ങനെ വാക്ക് പറയുകയാണ്. ഇന്ന് ആ കുടുംബത്തിനെ ചെതറിക്കുവാൻ കയറിക്കൂടിയത് ഇറങ്ങി മാറിയിട്ട് ദൈവാത്മാവിനാലുള്ള നന്മകളെ കർത്താവ് തുറക്കാൻ വേണ്ടി പോവാം. ഓ യേശുവേ, ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വീര്യപ്രവർത്തികൾക്കായി സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ശക്തിക്കായി സ്തുതിക്കുന്നപ്പോൾ ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇന്ന് കേൾക്കുന്നത്, എവിടെ നിന്നാണ്ടാണോ, ഈ സ്ട്രീമിലോ ലൈവിലോ എവിടെ ആയിക്കോട്ടെ, ആ കുടുംബത്തിൽ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഏറ്റെടുത്തോണം. കർത്താവ് ആ കുടുംബത്തിൻ്റെ മേൽ വലിയ നന്മ കൊണ്ട് നിറയ്ക്കാൻ വേണ്ടി പോവാ. എൻ്റെ യേശുവേ, അതോടൊപ്പം തന്നെ രാജു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിൽ നവംബർ മാസത്തിൽ ജനിച്ച വ്യക്തിയുള്ള രാജുവിൻ്റെ ഭവനം ഏതാണോ ആ കുടുംബത്തിൻ്റെ മേൽ കർത്താവിൻ്റെ ഒരു പ്രവൃത്തി, പ്രത്യേകിച്ച് ഈ നവംബർ മാസത്തിൽ ജനിച്ച വ്യക്തി ആരാണ്? ബ്രദറെ, എന്റെ ഹസ്ബൻഡ് രാജു, എന്റെ നവംബറിൽ ജനിച്ചത്. നവംബറിൽ ജനിച്ചത്. ബ്രദറെ, ഞാന് നവംബറിൽ ജനിച്ച്, എന്റെ ഹസ്ബൻഡിന്റെ പേര് രാജു. രണ്ടുപേരും ഒരേപോലെ വന്നേക്കുന്നത്. യേശുവിൻ നാമത്തിൽ മൂത്ത ആൺതലമുറയുള്ള ആരൊക്കെ ഈ രാജുവിന്റെ ഭവനത്തിൽ? രണ്ടുപേർക്ക് മൂത്ത ആൺതലമുറയുള്ളതാ. ഓ, ഇന്ന് യേശുവിന്റെ നാമത്തിൽ രണ്ടുപേരും പിടിച്ചു. യേശുവിന്റെ നാമത്തിൽ കർത്താവെ ഞാൻ ഇന്ന് ബ്ലസ് ചെയ്യുന്നു. ഇന്ന് നവംബർ മാസത്തിൽ രാജുവിന്റെ ഭവനത്തിൽ നവംബർ മാസത്തിൽ ജനിച്ച മൂത്ത ആൺതലമുറയുള്ള വ്യക്തി ആരാണോ ആ തലമുറയുടെ മേൽ കർത്താവിന്റെ ഒരു സ്പർശനം വെളിപ്പെടാൻ വേണ്ടി പോവാം. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നു, വിരോധവും പ്രതികൂലവുമായി നിൽക്കുന്ന സകലതും നീങ്ങിപ്പോകാൻ വേണ്ടി പോവാം. ആ കുടുംബത്തിന്റെ മേൽ ഇങ്ങനൊരു വാക്ക് ഞാൻ പറയുക. ഞാൻ ഇങ്ങനെ ഒരു ഇറക്കത്തിൽ, ഒരു വഴിയുടെ ഇറക്കത്തിൽ ഇരിക്കുന്ന ഒരു ഭവനത്തിൽ
ഈ കുടുംബത്തിന് വേണ്ടി ഒരു വിടുതലിന്റെ ശക്തി അയക്കാൻ വേണ്ടി ആ ഭവനത്തിൽ നിന്ന് ഒരാൾ വരും. അങ്ങനെ ഒരു പ്രവൃത്തി ഞാൻ കാണുക. ഓ യേശുവേ, ഇന്ന് ആ കുടുംബത്തിന് ഒരു അനുഗ്രഹ സാക്ഷ്യമാക്കി കർത്താവ് മാറ്റാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ തലമുറയ്ക്ക് വേണ്ടി ആമേൻ പറഞ്ഞ് രണ്ടുപേരും സ്വീകരിച്ചു. ഒരേ ആലോചന, ഒരേപോലെ, ഒരേ അടയാളം. എന്റെ വീട് ഒരു ഇറക്കത്തിൽ ഇറങ്ങിപ്പോകുന്ന സ്ഥലമാണ്. വീടിന് താഴോട്ടാണ് വഴി ഇറക്കാം. ഈ പറഞ്ഞ രാജുവായിട്ട് ബന്ധപ്പെട്ട സിസ്റ്ററെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? രാജുവായിട്ട് ബന്ധപ്പെട്ട് നവംബർ മാസത്തിൽ ജനിച്ച ആൺതലമുറയുള്ള കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇന്ന് ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോണേ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ആ 2 ഭവനവും സ്വീകരിച്ചോട്ടോ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്. യേശുവേ, നമ്മൾ അടുത്ത ദിവസങ്ങളിൽ പ്രത്യേകിച്ച് മാർച്ച് ലാസ്റ്റ് 25 മുതൽ ഏപ്രിൽ മാസം 14 നമ്മുടെ പ്രാർത്ഥനകൾ പ്രത്യേകിച്ച് പലയിടത്തും നടക്കുന്നുണ്ട്. അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ വളരെ ആഗ്രഹിക്കും. 2, എപ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവ് എന്നോട് കർത്താവ് സംസാരിക്കണം ബ്രദറിലൂടെ. നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. ഞാൻ എപ്പോഴും പറഞ്ഞത്, പ്രത്യേകിച്ച് നിങ്ങൾ ഒരുക്കത്തോടെ വേണം ദൈവസന്നിധിയിലേക്ക് വരാൻ, പരിശുദ്ധാത്മാവിനോട്. പലപ്പോഴും ഞാൻ ഓർക്കും, സഹോദരി ലാസ്റ്റ് കോട്ടയത്ത് ആ സഹോദരി അവിടെ നിന്ന് പറയാം, കർത്താവ് ഇന്ന് എൻ്റെ മകൻ്റെ പേര് ഒന്ന് വെളിപ്പെടുത്തണം, എൻ്റെ കാര്യങ്ങളെ കർത്താവ് വെളിപ്പെടുത്തണം. ആ സഹോദരി അവിടെ നിന്ന് പ്രാർത്ഥന ഞാൻ ഓർക്കുമായിരുന്നു. പ്രാർത്ഥന ക്ലോസ് ചെയ്യുന്ന ടൈമിൽ എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് ആദ്യം മകൻ്റെ പേര് വെളിപ്പെടുത്തിയായിരുന്നു. ആ സമയത്ത് പറയാൻ പറ്റിയില്ല. രണ്ടാമത് ആ സഹോദരരുടെ കാര്യങ്ങളെ കർത്താവ് പേരുൾപ്പെടെ വെളിപ്പെടുത്തി. ഞാൻ പറഞ്ഞു, നിങ്ങളത് പ്രാർത്ഥിക്കണം. ദൈവസന്നിധിയിൽ എപ്പോഴും കർത്താവെ, ദൈവം എന്നോട് സംസാരിക്കണം, ദൈവം എന്നോട് ഇടപെടണം. പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിൽ എന്താണോ അങ്ങ് ആഗ്രഹിക്കുന്ന പദ്ധതികൾ എനിക്കത് മനസ്സിലാകുന്ന രീതിയിൽ കർത്താവ് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പ്രാർത്ഥിച്ചുകൊണ്ട് വേണം വരാൻ. പ്രത്യേകിച്ച് കൃപാവര ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ ആദ്യം ഒരുക്കത്തോടെ വരണം. കർത്താവ് നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. യേശുവേ, എല്ലാവരും ഞാൻ പറയുവാണ്, അതൊരു സൈനായിട്ട് തന്നെ ഞാൻ കാണും. ആ സഹോദരി അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന, കർത്താവ് ഇന്ന് തലമുറയോട് ഇടപെടണം. അവർ ഹൃദയത്തിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ദൈവം എന്നെ ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഞാനൊരു ടൂള് മാത്രമാണ് ദൈവത്തിൻ്റെത്. സ്വന്തമായിട്ടൊന്നും പറയുവാൻ കഴിയാത്ത ഒരു വ്യക്തിയാണ്. ദൈവത്താൽ വെളിപ്പെടണം. അതുകൊണ്ട് ദൈവം തരണം. നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവിന് നിങ്ങളോട്, അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, പൗലോസിന് തോന്നി, ആ മുടന്തനായ വ്യക്തിയോട് പറയാൻ തോന്നി, കാലൂന്നി എണീക്കാന്ന് പറയാൻ തോന്നി. അവന് വിശ്വാസം ഉണ്ട് എന്ന് കണ്ടോ? യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ സഞ്ജു എന്ന് പറയുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് പറയാം. സഞ്ജുവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, സഞ്ജുവുമായിട്ട് ബന്ധപ്പെട്ട കുടുംബം ഏതാണോ ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ എൻ്റെ ഉള്ളത്തിൽ ഒരു നിയോഗം തരുക. എന്റെ ചേച്ചിയുടെ മോളുടെ ആ ചേച്ചിയുടെ മോക്ക് നാളെ ഓപ്പറേഷനാ. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാവേ. സഞ്ജു കുടുംബത്തിലുള്ള ആളാരാ? ചേച്ചിയുടെ മോളല്ലാതെ ഞാൻ വേറെ കുടുംബത്തിലുള്ളവരാരെങ്കിലും ഉണ്ടോ? എന്റെ മരുമകനാണ് സഞ്ജു. കുടുംബത്തിലുള്ള ആരെങ്കിലും ഉണ്ടോ? കുടുംബത്തിന്റെ അകത്തുള്ള ഏപ്രിൽ മാസവുമായിട്ട് ബന്ധമുള്ള സഞ്ജു ഏതാ? ഏപ്രിൽ മാസവുമായിട്ട് ബന്ധമുള്ള സഞ്ജു എന്ന് പറയുന്ന കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി കർത്താവ് ഇടപെടാൻ വേണ്ടി പോവാന്ന് പറഞ്ഞത്. ഏപ്രിൽ മാസം. ചേച്ചിയുടെ മോൾ ഇതിനകത്ത് കേറാറുണ്ട്. ഇപ്പൊ ഓപ്പറേഷന് പോയത് കൊണ്ട് ഇന്ന് കേറിയോന്ന് അറിയത്തില്ല. ഈ ഓപ്പറേഷൻ കേറാറുള്ള വ്യക്തിയാ. ഏപ്രിൽ മാസമായിട്ട് എന്നാ ബന്ധമെന്ന് ചോദിക്കാവോ? ക്ലിയർ അല്ലേ സിസ്റ്ററെ? അറിയത്തില്ല, ചോദിക്കാം. ചോദിക്കും കേട്ടോ. നന്ദി യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവിന്റെ അത്ഭുതകരം അവിടെ വെളിപ്പെടുത്ത ദീർഘായുസോടെ ദിവ്യ ആരോഗ്യത്തോടെ കർത്താവ് അവിടെ നിൽക്കും കേട്ടോ. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തിയെ കർത്താവ് ചെയ്യും. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ കൃപ കൊണ്ട് സ്വർഗം മൂടുന്നല്ലോ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവേ. യേശുവേ, നന്ദി പറയുന്നപ്പാ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിപ്പോൾ തന്നെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അങ്ങ് തൊടുന്നല്ലോ.
അങ്ങ് ഓരോ വ്യക്തികളെയും അങ്ങ് സ്പർശിക്കുന്നല്ലോ, അങ്ങ് ഓരോ വ്യക്തികളെയും അങ്ങ് തൊടുന്നല്ലോ. ദൈവാത്മാവിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നപ്പ. യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധാത്മാവേ കർത്താവെ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. രേഖ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. രേഖ. ഞാൻ ഈ രേഖയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം കാണുന്ന ഒരു കാഴ്ച, ഒരാളുടെ ഒരു സാരി ഉടുത്ത് നിൽക്കുന്ന, ഒറ്റ ആള് സാരി ഉടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ച്, അതായത് ഒരു 45-50 വയസ്സിൽ താഴെ പ്രായമുള്ളൂ, അങ്ങനെ ഒരു വ്യക്തിയുടെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്ഥലവും ആ വീടിൻ്റെ അകത്ത് ഞാൻ കാണുവാണ്. ഒറ്റ ഫോട്ടോയാണ്, ഒരു സിംഗിൾ ഫോട്ടോ അങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വീട് കർത്താവ് എന്നെ കാണിക്കുകയാണ്. ഈ രേഖയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, ഏത് കുടുംബമാണോ, ഈ ഫോട്ടോ എവിടെ ഇരിപ്പുണ്ട്. ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തി ദൈവം അയക്കുന്നു. എൻ്റെ യേശുവേ, ഞങ്ങളിപ്പോൾ അത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ കൃപ ഇന്ന് അവിടെ വെളിപ്പെടുന്നല്ലോ. ഇൻ ദ നെയിം രേഖ എന്റെ ബ്രദറിന്റെ വൈഫാ. അവരുടെ ഒരു അനിയത്തി പെട്ടെന്ന് പ്രസവത്തോടു കൂടി മരിച്ചുപോയി. ഈ ഫോട്ടോയാണ് അവിടെ ഇരിക്കുന്നത്. അത് അവരുടെ അനിയത്തി മരിച്ചു, അവരുടെ ഫോട്ടോ ഉണ്ട്, പക്ഷെ അവിടെ ഇരിപ്പുണ്ടോന്ന് എനിക്ക് കൃത്യം അറിയത്തില്ല. മരിച്ചുപോയ ഫോട്ടോ അല്ലേ? ചോദിക്കണം. ഈ ഭവനമാണ് ഞാൻ കാണുന്നത്. ഈ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ മരണശക്തി പിന്നെ അവിടെയുണ്ട്. പ്രാർത്ഥിച്ചോണം. അവരുടെ അമ്മ തീരെ തളർന്നു കിടക്കുക. അപ്പൊ അവരുടെ അമ്മയെ എന്റെ ബ്രദറാണ് ശരിക്കും നോക്കുന്നത്. കാരണം ഇവര് ഒരു വലിയ ഓഫീസറായി രേഖ. അപ്പം അമ്മയെ നോക്കാൻ ആരുമില്ലാണ്ട് എന്റെ ബ്രദറാണ് അവരെ നോക്കുന്നത്. അപ്പൊ അവരെപ്പോഴും തളർന്നു പോവുകയും പിന്നെയും റിക്കവർ ആവുകയും അവരെ നന്നായിട്ട് നോക്കുന്നുണ്ട്. അവരെപ്പോഴും രോഗിയാണ്, എപ്പോ വേണേലും മരണം സംഭവിക്കാം. പക്ഷെ ചെന്ന് കാണുമ്പോഴൊക്കെ അവര് നന്നായിട്ടിരിക്കും. പക്ഷെ അവർക്ക് തീർത്ത് വയ്യ. ഈ ബ്രദറിന്റെ വൈഫാണോ ഇത്? ബ്രദറിന്റെ വൈഫാ രേഖ. അപ്പൊ ഈ രേഖ എന്ന് പറയുന്ന വ്യക്തിയുടെ സഹോദരിയാണ് ചെറുപ്രായത്തിൽ മരിച്ചുപോയതല്ലേ? മരിച്ചുപോയത് 2-3 വർഷമായുള്ളൂ. അവരെ കല്യാണം കഴിഞ്ഞ് പ്രസവത്തോടു കൂടി അവര് മരിക്കുമായിരുന്നു. അപ്പൊ ഈ സഹോദരന്റെ ഫോട്ടോ ആയിരിക്കാം ഞാൻ ഈ കാണുന്നത്. ആ ഭവനത്തിന്റെ അകത്ത് ഞാൻ ഈ വീണ്ടും ആ മരണത്തിന്റെ ശക്തി അവിടെ നിഴലിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച കാണുവാണ്. ഇപ്പോൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അവരുടെ സ്വാധീനം, മരണശക്തി, രോഗശക്തി ആത്മാവിൽ ഇപ്പോൾ തന്നെ കർത്താവെ, ഇപ്പോൾ ഞങ്ങൾ ആത്മാവിൽ ഇതിനെ വെട്ടിമാറ്റുന്നപ്പ. ദുഷ്ടന്റെ ആശ നശിക്കട്ടെ, അവന്റെ പ്രവർത്തികൾ നശിക്കട്ടെ, അവന്റെ സ്വാധീനം നശിക്കട്ടെ. കുടുംബത്തിന്റെ മേലുള്ള പൈശാചിക ബന്ധനങ്ങളെ ആത്മാവിൽ വെട്ടിമാറ്റുന്നപ്പ. അത്ഭുതകരമായ പ്രവർത്തികൾക്കായിട്ട് വേർതിരിക്കുന്നു. യേശു ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണം. ആ കുടുംബത്തെ രക്ഷിക്കുവാൻ കൃപ. എന്റെ ബ്രദറിന് നല്ലൊരു ജോലി ഉണ്ടായിരുന്നു, AC ഓപ്പറേറ്ററായിട്ട് കോഴിക്കോടായിരിക്കും. അതിനുശേഷം അവന് ഒരു ആക്സിഡന്റ് ഉണ്ടായി, തല പൊളന്നുപോയി. അപ്പം പക്ഷെ അവൻ വെന്റിലേറ്ററിൽ അഡ്മിറ്റ് ആക്കി. ദൈവം ഒത്തിരി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അവന് അത് പെട്ടെന്ന് തന്നെ ക്യൂറായി. അവൻ കോമയായിരുന്നു, എന്നിട്ട് പിന്നീട് അവൻ റിക്കവർ ആയി. പിന്നെ ഇപ്പൊ അവൻ ജോലിക്ക് പോകുന്നില്ല. ഈ വ്യക്തി ഇപ്പൊ ആ വീട്ടിലാണുള്ളത്, ഈ രേഖയുടെ ഭവനത്തിലാണുള്ളത്. ഈ ആക്സിഡന്റ് ഉണ്ടാകുന്ന സമയത്ത് അവിടെയായിരുന്നോ? അല്ല, അവരുടെ അനിയത്തി അന്നേരം മരിച്ചിരുന്നു. അത് കഴിഞ്ഞാണ് എന്റെ ബ്രദറിന് ഇത് ഉണ്ടായത്. അത് കഴിഞ്ഞ് ബ്രദർ റിക്കവർ ആയി. അത് കഴിഞ്ഞ് അവരുടെ അമ്മ തളർന്നു പോയി. അവരുടെ അമ്മ കണ്ടോ? ഇത് ഇപ്പൊ മനസ്സിലായില്ലേ? ഇത് രോഗമല്ലെന്ന് മനസ്സിലായില്ലേ? ആദ്യം തുടങ്ങിയത് പെങ്ങളിൽ നിന്നാണ്, തുടങ്ങിയത് ആ സഹോദരന്റെ മരണത്തിൽ നിന്നാണ്. അതിനുശേഷം ബ്രദറിന് ആക്സിഡന്റ് ഉണ്ടായി, തല കോമാ സ്റ്റേജിലോട്ട് പോയി. രണ്ടാമത് മാതാവ് തുടരെ അടുത്തയാളെ ആക്രമിക്കാൻ വേണ്ടി നിൽക്കുന്നതാണ്. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചോണം. ഞാനിപ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. ഈ അഭിഷേകത്തോട് കൂടെ ആ ഭവനത്തിൽ ഓരോ വ്യക്തികളുടെ പേര് പറഞ്ഞ് അവകാശം പറഞ്ഞ് പ്രാർത്ഥിച്ചോണേ. കർത്താവ്, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥനയുടെ അഭിഷേകത്താൽ പ്രിയമകളെ പൊതിയുന്നു. ഈ ദിവസങ്ങളിൽ ആ മരണത്തെ തുടർമാനമായി പിടിക്കാൻ നിൽക്കുന്ന ഭവനത്തെ വിടിവിക്കുവാൻ യേശു കണ്ടത് ഈ മകളെയാണല്ലോ. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. അതിന്റെ ശാപങ്ങളെ ആത്മാവിൽ വെട്ടിമാറ്റുന്ന, അപ്പൊ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഓരോ വ്യക്തികളെയും ജീവൻ അപഹരിക്കുവാൻ നിൽക്കുന്നതിനെ ആത്മാവിൽ ബ്രേക്ക് ചെയ്യുന്നപ്പ. ഓ ലോർഡ് ജീസസ്, യേശുവെ അങ്ങ് വിടിവിക്കുന്ന കൃപയ്ക്ക് നന്ദി, അത്ഭുതം ചെയ്യുന്ന കൃപയ്ക്ക് നന്ദി. ഈ അഭിഷേകത്തോടു കൂടെ പ്രിയമകൾ പ്രാർത്ഥിക്കട്ടെ. ദിവസങ്ങളിൽ ആ കുടുംബത്തിന് വിടുതലിനെ കാണട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോട്ടോ.
ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് യേശുവേ, ഇന്ന് പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തികളെ ഇന്ന് സംഭവിക്കാൻ വേണ്ടി യേശുവേ നന്ദി, യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. ഓ ഇപ്പോൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഊറൽഖിമസ്കെനാറിയാന്തിരി. ഞാനൊരു ഭവനത്തെ ഇപ്പൊ കർത്താവ് എന്നെ കാണിക്കുക. വീടിന്റെ ഷെൽഫ് എന്ന് പറഞ്ഞാൽ വീടിന്റെ ഹോളാണ് ഞാൻ കാണുന്നത്. അവിടെ ഈ സർട്ടിഫിക്കറ്റ് അടങ്ങിയിരിക്കുന്ന ഒരു കവർ, സർട്ടിഫിക്കറ്റ് വെച്ചിരിക്കുന്ന ഒരു കവർ കൊണ്ടുവന്ന് വീടിന്റെ ഹോളിൽ വെച്ചിരിക്കുന്ന ഒരു വീട്. അതിൻ്റെ അകത്ത് ഒരു വൈറ്റും ബ്ലൂവും കളറിൽ ഒരു സർട്ടിഫിക്കറ്റ്, ഇതേ കളറുള്ള ഡിസൈനുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഇരിക്കുന്ന ഒരു കവറാണ് ഞാൻ ഈ കാണുന്നത്. ആ വീടുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇങ്ങനെ കാണുന്ന കാഴ്ച, ഈ പേപ്പർ വർക്കുകളുടെ പുറകെ ഒത്തിരി അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു നന്മ വെച്ചിട്ടുണ്ട്. പക്ഷെ അതുമായിട്ട് ബന്ധപ്പെടാണ് ഈ കറക്കം മൊത്തം. ആ ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ഏത് ഭവനമാണോ അത് ഇത് വെച്ചിരിക്കുന്നത്, മുറിക്കകത്തല്ല, അലമാരിക്കകത്തല്ല, ഇത് കൊണ്ടുവന്ന ഹോളിൽ ഫ്രണ്ടിൽ കയറി വരുന്നിടത്ത് ഒരു ഫ്രണ്ടിൽ കാണത്തക്ക രീതിയിൽ കൂടിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന വീടാണ് യേശുവിന്റെ നാമത്തിൽ. ഇന്ന് ഏത് ഭവനമാണോ അത് കർത്താവിന്റെ നാമത്തിൽ ഞാൻ ഇപ്പോൾ തന്നെ കൽപ്പിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ ക്ലിയർ ആകട്ടെ. ആ പേപ്പർ വർക്കുകൾ യേശുവിന്റെ നാമത്തിൽ അത്ഭുതമാകട്ടെ. ലോർഡ് ജീസസ്, കർത്താവെ ഞങ്ങളുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ ഇൻ ദ നെയിം ഓഫ് പറഞ്ഞു. ആ സർട്ടിഫിക്കറ്റ് ഇരിക്കുന്നത് എന്റെ വീട്ടിലാ, എന്റെ മോന്റെയാണ്. പിന്നെ പേപ്പർ വർക്ക് എന്ന് പറഞ്ഞാല് എന്റെ ഹസ്ബൻഡിന് ഈ പ്രിന്റിംഗ് പ്രസ് ആണ്. ഈ സംഭവം ഇരിക്കുന്നത് ഇപ്പൊ സിസ്റ്ററുടെ വീട്ടിലായിരിക്കുന്നത്, ഹോളില്. അതെ ഞാൻ ഈ എ എന്ന് പറയുന്ന അക്ഷരം തുടങ്ങുന്ന ഒരു പേര് കണ്ടോണ്ടിരിക്കുക. എ എന്ന് പറയുന്ന ഒരു അക്ഷരം, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. എ എന്ന് പറയുന്ന അക്ഷരമാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അതുമായിട്ട് റിലേറ്റ് ചെയ്തത് ഏത് വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടതാണോ കർത്താവിന്റെ ഒരു പ്രവൃത്തിക്ക് വേണ്ടി ദൈവം ഒരുക്കുക. എന്റെ പേര് അശോക് കുമാർ എന്നാണ്. അശോക് കുമാർ. ഇത് അവിടെയാണ് ഇരിക്കുന്നത് ഈ പേപ്പർ. അതെ, ഈ പേപ്പർ എനിക്ക് പെൻഷന് ഇനി 4 മാസമേ ഉള്ളൂ. അതിന്റെ പേപ്പേഴ്സ് തയ്യാറാക്കാനുള്ള പെൻഷൻ ഡോക്കറ്റ് എല്ലാം ഇതാ ഇവിടെ ഹാളിലാണ് വച്ചിരിക്കുന്നത്. ആമേൻ. കർത്താവിന്റെ വലിയൊരു പ്രവൃത്തി അവിടെ വെളിപ്പെടാൻ വേണ്ടി പോവാണ് യേശുവിന്റെ നാമത്തിൽ. ആമേൻ പറഞ്ഞതിനെ സ്വീകരിച്ചോണം. ദൈവത്തിന്റെ കൃപ പെരുകാൻ വേണ്ടി പോകട്ടോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി യേശുവേ. ഞാൻ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്നു. സഞ്ജുവിന്റെ കാര്യം പറഞ്ഞല്ലോ. സഞ്ജുവിന്റെ അമ്മയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആയി ഏപ്രില്. നമ്മൾ ആദ്യം വെളിപ്പെട്ട ആലോചന അല്ലേ? അതെ. ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി കർത്താവിന്റെ വലിയ പ്രവൃത്തിയെ, ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയെ ഓക്കെ. അതായത് ഈ ഓപ്പറേഷൻ എന്ന് പറഞ്ഞല്ലേ? യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു. ആ ശരീരത്തിന് മേൽ വ്യാപിക്കുന്ന ദുഷ്ടശക്തി വിട്ടുപോകും, ആ രോഗശക്തി വിട്ടുപോകും. കർത്താവിന്റെ അത്ഭുത സാക്ഷ്യമായിട്ട് കർത്താവ് മാറ്റും കേട്ടോ. ആമേൻ. ഗോഡ് ബ്ലസ് യു. വലിയൊരു മഴയാണ്. ഒരു വർഷം കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. പ്രാർത്ഥിച്ചു. ആ രോഗത്തിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ദുഷ്ടശക്തി ഇറങ്ങിപ്പോവുകയും ആ മകൾ ആരോഗ്യത്തോടെ മടങ്ങി വരികയും ചെയ്യും കേട്ടോ. ആമേൻ. യേശു തലമുറയുടെ നന്മ കാണും. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി യേശുവേ. നന്ദി കർത്താവേ. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ നിന്ന് റിലീസ് ചെയ്യുന്നപ്പ താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. ഞാൻ അതോടൊപ്പം തന്നെ ഈ രഞ്ജു എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ കർത്താവ് എന്നെ കാണിക്കുക. ഓഗസ്റ്റ് മാസം ഈ 10-ാം തീയതി കഴിഞ്ഞൊരു ഡേറ്റ് ആണ് ഞാൻ ആ വ്യക്തിയുമായിട്ട്, 10 എന്നുള്ള ഡേറ്റ് എന്നെ സ്പെസിഫിക് ആയിട്ട് കാണിക്കുന്നുവെങ്കിൽ 10 കഴിഞ്ഞൊരു ഡേറ്റും കൂടെ വേറൊരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കാണുക. ഇന്ന് ആ കുടുംബം ഏതാണോ രഞ്ജുവുമായിട്ട് ബന്ധപ്പെട്ടത്, ഇന്ന് കർത്താവിന്റെ അത്ഭുത കരം ഇന്ന് അവിടെ വെളിപ്പെടാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ തന്നെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നപ്പ. ഓ ലോർഡ് ജീസസ്. പറയാൻ വേണ്ടിയാണോ? രഞ്ജു എന്റെ മോന്റെ ഫ്രണ്ടാണ്. വീട്ടില ഓഗസ്റ്റ് മാസമായിട്ട് എന്നാ കണക്ഷൻ ഉള്ളത് ചോദിക്കുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തെ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ വലിയ നന്മ കൊണ്ട് സ്വർഗം നിറയ്ക്കട്ടെ. വലിയ നന്മ കൊണ്ട് കർത്താവ് സഹായിക്കുമാറാകട്ടെ.
താങ്ക് യു ഹോളി സ്പിരിറ്റ്. ദൈവത്തിന്റെ അത്ഭുത കരം ഇന്നവിടെ വെളിപ്പെടുന്നല്ലോ. അത്ഭുത സാക്ഷ്യമാക്കി കർത്താവ് മാറ്റുന്നല്ലോ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പോ സാക്ഷ്യമായി തീരട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവര്, രോഗമുള്ള ഭാഗത്തുനിന്ന് കൈയെടുത്ത് വെക്കാവോ? യേശുവിന്റെ നാമത്തിൽ ഇപ്പൊ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. കരെടുത്ത് വെച്ച്, കർത്താവേ അങ്ങയുടെ അത്ഭുത കരം ഇന്ന് വെളിപ്പെടുന്നല്ലോ. കർത്താവിന്റെ അടിപ്പിണരുകളാൽ ഇന്ന് സൗഖ്യം വന്നിരിക്കുന്നു. ദൈവത്തിന്റെ അത്ഭുത കരം എന്ന് അവിടെ വെളിപ്പെട്ടിരിക്കുന്നു. എന്റെ യേശുവെ കൃപ വ്യാപരിക്കുന്നല്ലോ. കൈയെടുത്ത് വെച്ച് ആ വേദനകൾ ഇപ്പൊ വിട്ടുമാറാൻ വേണ്ടി പോ. രോഗശക്തികൾ വിട്ടുമാറുക, ആ പൈശാചിക ശക്തികൾ വിട്ടുമാറുക. ആ വേദന കൊണ്ടുവരുന്ന, രോഗം കൊണ്ടുവരുന്ന, എല്ലാ നഷ്ടങ്ങളെയും കൊണ്ടുവരുന്ന, എല്ലാ ശൂന്യമാക്കുന്ന അവസ്ഥകളെയും കൊണ്ടുവരുന്ന സകല പിശാചിന്റെ പ്രവർത്തികളും കുടുംബം വിട്ട് ഇപ്പോൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിട്ടുമാറുക. നന്മയായി തീരാൻ വേണ്ടി പോവാ, നന്മയായി മാറാൻ വേണ്ടി പോവാ. യേശുവേ ഞങ്ങളുടെ നാമത്തിൽ കൽപ്പിക്കുന്നു. ഇപ്പോൾ തന്നെ അത്ഭുതകരമായ വിടുതൽ സംഭവിക്കുന്നല്ലോ, അത്ഭുതകരമായ വിടുതൽ സംഭവിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. കൈയെടുത്ത് വെച്ച് ആ വേദനയുള്ള ഭാഗത്ത്, രോഗമുള്ള ഭാഗത്ത് ആ മുഴകൾ ഇന്ന് അപ്രതീക്ഷമാകും, നീരുകൾ വറ്റിപ്പോകും. വർഷങ്ങളായിട്ടുണ്ടായിരുന്ന രോഗങ്ങൾ, ബന്ധനങ്ങൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറും. സാമ്പത്തിക കുരുക്കുകൾ ഇപ്പോൾ യേശുവിനത്തിൽ വിട്ടുമാറും. പരിശുദ്ധാത്മാവിന്റെ വലിയ വീര്യപ്രവർത്തികൾ അവിടെ സംഭവിക്കും. എന്റെ യേശുവേ, എന്റെ കർത്താവേ, ഞങ്ങളുടെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പോ പൂർണ്ണ വിടുതലും പൂർണ്ണ സൗഖ്യവും ഞങ്ങളുടെ അവകാശം. എല്ലാ ശാരീരിക ക്ഷീണത്തോടും കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ബലം വ്യാപരിക്കട്ടെ. കൽപ്പിക്കുന്നു 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 കൽപ്പിക്കുന്നപ്പ അത്ഭുതങ്ങൾക്ക് നന്ദി, അത്ഭുതങ്ങൾക്ക് നന്ദി, അത്ഭുതത്തിന് നന്ദി. അപ്പ അങ്ങ് തൊടുന്ന കൃപയ്ക്ക് നന്ദി, അത്ഭുതം ചെയ്യുന്ന കൃപയ്ക്ക് നന്ദി. കൈയെടുക്കുമ്പോൾ തന്നെ ആ വേദന അപ്രതീക്ഷമായ കൃപയ്ക്ക് നന്ദി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് തൊട്ട കൃപയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത്, രോഗത്താൽ ഭാരപ്പെട്ടവര്, പ്രാർത്ഥിച്ചവര് വേഗത്തിൽ ശരീരത്തിനെ ഒന്ന് ചെക്ക് ചെയ്ത് കർത്താവിന്റെ അത്ഭുതം തമ്പുരാനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. സാക്ഷ്യം പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ കർത്താവിന്റെ വേലയിൽ വിതച്ചവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈ മാസം വിതയ്ക്കുന്നതിന്റെ മാസമാണ്, കൊയ്ത്തിന്റെ സമയമാണ്. കർത്താവിന്റെ നാമത്തിൽ ഞാൻ വിതച്ചവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വാരി വിതറി കൊടുക്കുവാൻ നന്മയുണ്ടാകട്ടെ. അവരുടെ ശേഷിപ്പുകൾ, അവരുടെ ജോലി, അവരുടെ ബിസിനസ്സുകൾ എല്ലാത്തിൻ്റെ മേൽ വർധനമുണ്ടാകട്ടെ. നന്മ നിറയട്ടെ. എല്ലാ ശൂന്യതകളും മാറട്ടെ. വിതയ്ക്കുന്നവൻ വാരുവാൻ കർത്താവ് ഇടയാക്കും. കർത്താവിന്റെ വചനം പറഞ്ഞതുപോലെ ദൈവത്തിൽ നിന്ന് വാങ്ങി ഞാൻ നിങ്ങൾക്ക് തരുവാണപ്പോൾ നന്മ നിറയട്ടെ. അഭിഷേകവും വർധനവും എല്ലാം ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഈ സമയത്ത് സാക്ഷ്യമുള്ളവര് മൈക്ക് മ്യൂട്ട് മാറ്റി പറഞ്ഞാട്ടെ. പ്രാർത്ഥനാ വിഷയമല്ല, സാക്ഷ്യമുള്ളവരെ. ബ്രദർ, എനിക്കൊരു സാക്ഷ്യം ദൈവം എന്റെ ജീവിതത്തിൽ ചെയ്ത ഒരു അത്ഭുത പ്രവൃത്തി എനിക്ക് പറയാനുണ്ട് ബ്രദർ. ബ്രദർ, കഴിഞ്ഞ തിങ്കളാഴ്ചയിൽ എനിക്ക് വൈകിട്ട് ഒരു പനി വന്നായിരുന്നു. എനിക്ക് സാധാരണ പനി വന്നു കഴിഞ്ഞാല് അത് കഫക്കെട്ടൊക്കെ ഭയങ്കരമായിട്ട് ഞാന് 3-4 ദിവസം എന്നെ വല്ലാതെ കഷ്ടപ്പെടുത്തും. അന്ന് പനി വന്നു, ഞാൻ ടാബ്ലറ്റിന് എടുത്തിന് കിടന്നു. രാത്രി ഭയങ്കര ചൂടായിരുന്നു. പക്ഷെങ്കിലും ഞാൻ വചനം പറഞ്ഞു തന്നെ ഞാൻ പ്രാർത്ഥിച്ച യേശുവിന്റെ തിരുമുറിയിൽ എനിക്ക് സൗഖ്യമുണ്ട്. ഞാൻ രാവിലെ എണീക്കുമ്പോൾ എനിക്ക് ഓരോ പനിയുടെ ഒരു അംശം പോലും കാണില്ല. പരിശുദ്ധാത്മാവ് എന്നെ സൗഖ്യപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ അങ്ങനെ വചനത്താൽ ബലപ്പെട്ടുകൊണ്ടേ ഇരുന്ന് ഞാൻ രാത്രി ആയപ്പോഴത്തേക്കും നന്നായിട്ട് ഞാൻ വിയർത്തു. അത് കഴിഞ്ഞ് നന്നായിട്ട് ഞാൻ ഉറങ്ങി. രാവിലെ എണീറ്റപ്പോഴത്തേക്ക് എന്റെ പനി പൂർണ്ണമായിട്ട് മാറി. കഫക്കെട്ടോ മൂക്കടപ്പോ ഓരോ അസ്വസ്ഥതയും എനിക്കുണ്ടായാലും വീട്ടിലുള്ളവർക്ക് തന്നെ അതിശയായി. കാരണം എനിക്കങ്ങനെ വന്നു കഴിഞ്ഞാല് വളരെ ബുദ്ധിമുട്ടാണ് ഞാൻ അനുഭവിക്കുന്നത്. പക്ഷെ ദൈവം എന്റെ ജീവിതത്തിൽ ചെയ്ത അത്രയും വലിയ അത്ഭുതത്തിന് ഒത്തിരി നന്ദി പറയുന്നു. കാരണം ഈ അവസ്ഥയിലും ആ വചനം പറയുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ ഈ മീറ്റിങ്ങിലൂടെ എനിക്ക് ആ ഒരു ബലവും ശക്തിയും ഒക്കെ ആ ബ്രദറിലൂടെ, ആ പഠിപ്പിക്കലിലൂടെ ദൈവം തന്ന വലിയ ശക്തിക്കായിട്ട് ദൈവത്തിന്റെ മഹത്വപ്പെടുത്തുന്നു ബ്രദർ. നന്ദി യേശുവേ. ഇന്ന് കർത്താവ് പ്രവർത്തിച്ച വലിയ കൃപയ്ക്ക് നന്ദി പറയുന്നു. ദൈവത്തിന്റെ വലിയ അത്ഭുതത്തിനായി നന്ദി പറയുന്നു. കർത്താവിന്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നു. ദൈവം തൊട്ടതിന് നന്ദി. ആ തക്ക സമയത്ത് വിശ്വാസത്താൽ ബലപ്പെടുക ദൈവം കൊടുത്തല്ലോ. ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് പറഞ്ഞു. എനിക്ക് കുറെ സമയം ഇന്ന് ഉച്ചയായപ്പോ തൊട്ട് എന്റെ ഇടത്തെ കാലിന് ഭയങ്കര വേദനയായിരുന്നു. ഇപ്പൊ ബ്രദർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ എന്റെ ആ വേദന പൂർണ്ണമായിട്ട് മാറി. ഓ നന്ദി യേശുവ. ആ രോഗം വിട്ടുമാറി കൃപയ്ക്ക് നന്ദി പറയുന്നു. വേദന മാറ്റി നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ.
പറഞ്ഞു. ബ്രദറെ സാക്ഷ്യമല്ല, ഈ പറഞ്ഞ ഒരു ആലോചനയുടെ ഒരു കുറച്ച് സർട്ടിഫിക്കറ്റ് എല്ലാം കൂടെ അലമാരയിലല്ല ഷെൽഫിലല്ല പിന്നെ ഹാളിൽ തന്നെ വെച്ചിരിക്കുന്നെന്ന് പറഞ്ഞില്ലേ ബ്രദർ? അത് ഒരു നീല കളറും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ അതെടുത്ത് നോക്കിയപ്പോ അതിന്റെ മുകളിലെല്ലാം നീല കളർ ഉണ്ട്. ഒരു 6-7 സർട്ടിഫിക്കറ്റ് ഉണ്ട്. എല്ലാം ഫൈനാൻസിന്റെ ആണ്. ഫൈനാൻസ് പൊട്ടിയ ഫൈനാൻസിന്റെ സർട്ടിഫിക്കറ്റ് കോടതി ഇരുന്നതാണ്. അതിപ്പം ഞങ്ങൾ ഈ CBIയുടെ ഒരു ആവശ്യത്തിന് വേണ്ടി കോടതിയിൽ നിന്ന് വാങ്ങിച്ച് ഇവിടെ വെച്ചിരുന്നു. അപ്പം അത് ഇന്ന് അതിനെ കുറിച്ചൊരു വിവരം വന്നത് കോടതിയിൽ അത് എന്തൊക്കെയോ ചർച്ച നടക്കുന്നെന്നുള്ളത്. അപ്പം ഇത് പൈസ അടയ്ക്കണം, നമ്മൾ ഡിപ്പോസിറ്റ് ഇത് അടയ്ക്കണം, കോടതി ഫീസ് അടയ്ക്കണം, എത്രയോ ലക്ഷം, 2-2.5 ലക്ഷത്തോളം ഫീസ് അടയ്ക്കണം. അപ്പം ഹസ്ബൻഡ് പറഞ്ഞു, അച്ഛൻ പറഞ്ഞു വേണ്ട, ഇനിയിപ്പോ അതിനൊക്കെ പോയി ഇനി അതിനും കൂടെ പൈസ കളഞ്ഞ് അതും കിട്ടിയില്ല എന്തോ ചെയ്യാന്നൊക്കെ പറഞ്ഞിരിക്കുക. അപ്പൊ ഞാൻ ഇതെടുത്ത് വെച്ച് പ്രാർത്ഥിച്ചോണ്ടിരിക്കുക, ദൈവം ഇതിനൊരു തീരുമാനം എന്താന്ന് വെച്ചാൽ തമ്പുരാൻ കാണിച്ചിരുന്നു. അപ്പം അതിന്റെ കൂടെ ബ്രദർ പറഞ്ഞ് എന്ന് പറയുന്ന ഒരു അക്ഷരത്തിൽ തുടങ്ങുന്ന ഒരു വ്യക്തിയാണ് അമ്മുക്കുട്ടി. എന്റെ പേര് അമ്മുക്കുട്ടി എബ്രഹാം എന്നാണ്. അത് ഏറ്റെടുത്ത ഇത്രയും ക്ലാരിറ്റി കർത്താവ് വെളിപ്പെടുത്തി, ഇത്രയും കൺഫർമേഷൻ തമ്പുരാൻ തന്നല്ലോ. അതുകൊണ്ട് നമ്മൾ ഇനി ഒരു കാശും മുടക്കണ്ട, കർത്താവ് അതിന്റെ മേൽ പ്രവർത്തിക്കട്ടോ. നേരത്തെ ബ്രദർ ഇതിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ഒരു ജോർജ് എന്ന വ്യക്തി മുഖേന ഫൈനാൻഷ്യൽ പ്രോബ്ലം വളരെയധികം പ്രയാസപ്പെട്ടിരിക്കുകയാണ്. അത് തമ്പുരാൻ അതിനൊരു വഴി ഉണ്ടാക്കി തരുന്ന ഒരു 6-7 മാസം മുമ്പേ പറഞ്ഞായിരുന്നു. കണ്ടോ? അപ്പൊ വലിയൊരു ഉറപ്പ് കിട്ടിയില്ലേ? ഇനിയിപ്പം ഇതിപ്പോ ഉറപ്പ് വേറെ കാര്യം. അപ്പൊ ഇതൊരു വക്കീലിന്റെ അടുക്കലോട്ട് നാളെ കൊണ്ടുപോകാൻ അങ്ങോട്ട് കൊണ്ടുപോയെല്ലാം പറഞ്ഞു. ഇത് എന്തോ ക്യാൻസൽ ആയോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ പിന്നെ ഇതിന് പോയില്ലായിരുന്നു. വക്കീലിന്റെ അടുക്കലോട്ട് കൊണ്ടുപോയെല്ലാം പറഞ്ഞപ്പോ അപ്പൊ പുള്ളി അച്ഛൻ പറഞ്ഞു ഇനിയിപ്പോ ഇതിന് പോയിട്ട് എന്താ കാര്യം, ഇതൊന്നും കിട്ടാൻ പോകുന്നതല്ല, പിന്നെ അതുകൊണ്ട് ഇത് കൊണ്ടുപോകണ്ടെന്ന്. എന്നാലും ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, ഇതിനൊരു തീരുമാനം ഒന്ന് പറയണം, ഇത് ആലോചനയിൽ വരണം, എന്തോ കൊണ്ടുപോകണോ വേണ്ടായിരുന്നു. പറയാം കണ്ടോ? ഈ കാര്യം വല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഈ സാധനം കൊണ്ട് വെച്ചിരിക്കുന്ന വല്ല കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. ഞാനത് അലമാരിയിൽ നിന്ന് എടുത്ത് ഇതൊന്നും നോക്കി, ഇത് ഞാൻ മേശപ്പുറത്ത് തീപ്പോടെ പുറത്തേക്ക് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ ഇത് മനസ്സിൽ കണ്ട് പ്രയാസപ്പെട്ടിരിക്കുവായിരുന്നു. കണ്ടോ? യേശു എല്ലാം കാണുന്നു, കർത്താവ് എല്ലാം കാണുന്നു. ലക്ഷങ്ങളാണ്. അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു പ്രയാസം. നമ്മുടെ നന്മ നഷ്ടപ്പെട്ടു പോകാൻ തമ്പുരാൻ അനുവദിക്കത്തുള്ള തെളിവാണിത്. അതുകൊണ്ട് ശക്തമായിട്ട് ആ വിഷയത്തിന്റെ അകത്ത് ഈ ദൂത്, ഈ ആലോചന സ്വീകരിച്ച് പ്രാർത്ഥിച്ചോണം. കർത്താവ് അതിന്റെ മേൽ വിശ്വാസ സ്റ്റെപ്പ് വെച്ചോണം. അത്ഭുതം കാണാൻ വേണ്ടി പോട്ടോ. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നത്. ഇന്ന് അതിന്റെ കളറും എല്ലാം കണ്ടല്ലോ അല്ലേ? അതിന്റെ സർട്ടിഫിക്കറ്റ് കളർ നീല കളർ. ഞാനിപ്പോ അത് എടുത്ത് നോക്കിയപ്പോഴാ പിന്നെ ഉറപ്പ് വന്നത്. ഓ യേശുവെ, കണ്ടോ? അതിന്റെ എന്ന് പറയുന്ന പേരിന്റെ അക്ഷരം കൂടെ പറഞ്ഞു. അപ്പൊ അമ്മുക്കുട്ടി അബ്രഹാം എന്നാണ് എന്റെ പേര്. കർത്താവ് എന്തെല്ലാം കാണുന്നു നമ്മുടെ ഭവനത്തിന്റെ അകത്തിരിക്കുന്നു. ഞങ്ങൾക്ക് ആർക്കെല്ലാം കാണാൻ വലിയ സാധ്യത ഉണ്ടോ സിസ്റ്റർ? ഇതെല്ലാം ഇതിന്റെ കളറും നിറവും സർട്ടിഫിക്കറ്റും അലമാരയിൽ ഇരുന്നതാണ്. ഇന്നത് അറിഞ്ഞതുകൊണ്ടാണ് പുറത്തെടുത്ത് ഇപ്പൊ ഈ ടീപ്പോടെ പുറത്ത് വെച്ച് പ്രാർത്ഥന സമയത്ത് ഇത് എടുത്തു വെച്ചത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. കണ്ടോ? ദൈവം എല്ലാം കാണുന്നു. യേശുവി, ദൈവത്തിന്റെ അത്ഭുതത്തിന് നന്ദി. ഗോഡ് ബ്ലസ് യു. ഇതൊരു കൺഫർമേഷൻ ആട്ടോ. ദൈവം വിടുതൽ ചെയ്യാൻ വേണ്ടി പോവാം. ആമേൻ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. കർത്താവ് പറഞ്ഞു. താനുവരിൽ നിന്ന് പറഞ്ഞൊരു വീട്ടിന്റെ പേര് പറഞ്ഞിരുന്നു. അത് എന്റെ അടുത്ത അയൽവക്കത്തുള്ള വീട്ടിലാണ്. അല്പം പ്രയാസത്തിൽ ഇരിക്കുന്ന വീടാണ്. ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി വളരെ പ്രാർത്ഥിച്ചോണം. ഇന്ന് നിങ്ങളെ ആ കുടുംബത്തിലെ നഷ്ടങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ഈ ദിവസങ്ങളിൽ ആ കുടുംബ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചോണം. ദൈവ ഭവനത്തിൽ നമ്മൾ പോകണ്ട, ദൈവം അയക്കും കേട്ടോ. ഗോഡ് ബ്ലസ് യു. ബ്രദർ, എന്റെ മോള് കാനഡയിലായിരുന്നു. അപ്പൊ അവള് കഴിഞ്ഞ വർഷം താമസിച്ചിരുന്നത് ഒരു റെന്റഡ് വീട്ടിലൊരു റൂമിലായിരുന്നു, ഷെയർഡ് ഉള്ള റൂമിലായിരുന്നു. അപ്പൊ അവിടെ ഭയങ്കര ബുദ്ധിമുട്ടും പ്രയാസങ്ങളും, അവര് കുക്ക് ചെയ്യാനൊന്നും സമ്മതിക്കില്ലായിരുന്നു. ആകെ ഭയങ്കര പ്രയാസമായിരുന്നു. അവരെല്ലാ കാര്യത്തിനും വഴക്ക് പറയുകയും അങ്ങനെയൊക്കെ ആയിരുന്നു റെന്റഡ് താമസിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഈ വിന്റർ സീസണിൽ ഒരു വർഷം നല്ല വിധം അവളവിടെ പിടിച്ച് നിന്നു. അത് കഴിഞ്ഞ് വിന്റർ ആയപ്പോഴേക്കും എങ്ങനെയെങ്കിലും അവള് പുതിയൊരു വീട്ടിലോട്ട് ഇങ്ങനെ നോക്കി, റെന്റൽ ബിൽഡിംഗ് നോക്കി അപ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു. ബ്രദറിന്റെ ഈ പ്രയറിലെല്ലാം ഞാൻ അവളെ സമർപ്പിച്ചു. പുതിയ വീട് ഇങ്ങനെ കിട്ടുമോ, ഏതാണോ ഒന്നും അറിഞ്ഞൂടാ, എങ്ങനെയുള്ള ആൾക്കാരാണോ എന്നുള്ള ഇങ്ങനെ പ്രാർത്ഥിച്ചു. അവർക്ക് സന്തോഷവും സമാധാനവും ആഹാരം കുക്ക് ചെയ്ത് കഴിക്കാനായിട്ടുള്ള വഴി എല്ലാം തുറക്കണമേ നാഥ. അല്ലെങ്കിൽ എന്നും ബ്രെഡും അതുമൊക്കെയാണ് കഴിക്കുന്നത്. അവസാനം അവർക്ക് ഇപ്പം ദൈവത്തിന്റെ കൃപ കൊണ്ട്, കർത്താവിന്റെ കൃപ കൊണ്ട് അവർക്ക് നല്ലൊരു വീട് കിട്ടി. അതൊരു പാകിസ്ഥാനിയുടെ വീടാണ്. പക്ഷെ അപ്പോഴിങ്ങനെ എനിക്ക് ഭയങ്കര പ്രയാസം തോന്നി. പാകിസ്ഥാനിലുള്ള ഇന്ത്യക്കാരാകുമ്പോൾ അവർക്ക് ഇനി അങ്ങനെ വല്ലതും തോന്നുമോ? ഞാൻ കർത്താവിൽ സമർപ്പിച്ച് ഞാൻ എല്ലാം പ്രാർത്ഥിച്ച് ബ്രദറിന്റെ പ്രാർത്ഥനയിൽ ഞാൻ എൻ്റെ ഉള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു.
പക്ഷേ ഇപ്പോൾ അവളവിടെ താമസിക്കാൻ വന്ന ഒരു ലേഡിയെ താമസിക്കാൻ പോയി. ഒരു ലേഡിയാണ്. അവർ വളരെ സന്തോഷത്തോടും എല്ലാ കാര്യത്തിനും കോപ്പറേറ്റ് ചെയ്ത് കിച്ചണിൽ കുക്ക് ചെയ്യണതിനൊന്നും അവർ ഒരു ബുദ്ധിമുട്ടും ഒന്നും പറയില്ല. എല്ലാം ക്ലീൻ ചെയ്തിട്ടാൽ മതി, ആഴ്ചയിൽ ഒരിക്കൽ അവിടെ തുടയ്ക്കണമില്ല, അതെല്ലാം ചെയ്യണം. പക്ഷെ ഒരു സമാധാനം ഉണ്ടാവും. ഇപ്പം അവിടെ സമാധാനമായിട്ട് ആഹാരം ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നുണ്ട്, ആമേൻ. സമാധാനമായിട്ട് കുക്ക് തീർച്ചയായിട്ടും കർത്താവ് തുറന്ന വഴി ഏറ്റവും ബെസ്റ്റാണ്. നമുക്ക് എത്ര വലിയ പ്രതിസന്ധിയിലാണെങ്കിലും ദൈവം തുറന്നാൽ അത് ഏറ്റവും അനുഗ്രഹമായി തന്നെ കർത്താവ് മാറ്റും. അതിൻ്റെ തെളിവാണിത്. യേശുവിൻ്റെ നാമത്തിൽ ഇനിയും പ്രാർത്ഥിക്കണം. വലിയൊരു ഉണർവിന് വേണ്ടി, കർത്താവിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി മകളെ ദൈവം ഉപയോഗിക്കും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. ഞാനൊരു വിഷയം പറയട്ടെ ബ്രദർജി, പറഞ്ഞു. ഒരു വിഷയം പറയാം. എനിക്ക് തലയ്ക്ക് വേദന, എനിക്കും എൻ്റെ മോനും മാറി 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 തലയ്ക്ക് വേദന. ഞാൻ ഇത് വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുന്നു, പക്ഷെ എനിക്കും കുറവില്ല. ഇന്ന് പ്രാർത്ഥിച്ചു, മോന് അല്പം കുറവ് വന്നു. എനിക്ക് ഒരു ശകലം പോലും ഇല്ല. ആ പ്രാർത്ഥന, ഈ തലവേദന വരുന്ന ഈ ഇടത്ത് സൈഡിന്റെ ഒരു സൈഡിലെ പൊട്ടിക്കീറി ഞരമ്പ് പുറത്തോട്ട് ഇറങ്ങുന്ന വേദനയാണ് ബ്രദർജി. അത് എന്തായാലും ഈ കുറച്ച് ദിവസങ്ങളായി തുടങ്ങിയിട്ട് മാറുന്നില്ല. പിന്നെ അതിന്റെ കൂടെ അങ്ങ് ഛർദിയുടെ വരുന്നു, ആഹാരവും കഴിക്കാൻ പറ്റുന്നില്ല. ഞാനൊരു വാക്ക് കേൾക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു വാക്കൊന്ന് ബ്ലസ് ചെയ്യാം. കർത്താവ്, ഞാൻ യേശുവിന്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ അത്ഭുതകരം ഉണ്ടാകട്ടെ. ആ രോഗബന്ധനത്തെ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ വെട്ടിമാറ്റുന്നപ്പ ആ കുടുംബത്തിന്റെ മേൽ, വ്യക്തികളുടെ മേലെ സ്വാധീനം മാറ്റം ഇന്ന് അത് കർത്താവ് ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു. കർത്താവിന്റെ അത്ഭുത സാക്ഷ്യമായി അത് തീരട്ടെ. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെയും ബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ നിന്ന് വിശ്വാസ പ്രഖ്യാപനങ്ങളെ പറയും. പറഞ്ഞു സിസ്റ്റർ. കേൾക്കാവോ? കേൾക്കാം, പറഞ്ഞു. എനിക്ക് ഉണ്ടായിരുന്ന ഒരു സാക്ഷ്യം പറയാനായിട്ട്. പറഞ്ഞു സിസ്റ്റർ. ഞാൻ തൊടുപുഴയാണ് വീട്. ഞാൻ കഴിഞ്ഞ ദിവസത്തെ വർഷ പ്രാർത്ഥനയിൽ ഞാൻ സംബന്ധിച്ചായിരുന്നു. ഞാൻ ചുരുക്കി പറയാൻ ആഗ്രഹിക്കുന്നു. എനിക്കെന്റെ ഇടത്തെ ഷോൾഡറിന് ഇങ്ങനെ വേദന ഉണ്ടായിരുന്നു, നേരിയ വേദന ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായിട്ട് സൗഖ്യമായേ, ദൈവം സൗഖ്യം തന്നു. പിന്നെ എന്റെ കാലിന്റെ ഉപ്പിറ്റിക്ക് വേദന പ്രാർത്ഥിച്ചപ്പോ കുറവുണ്ടായിരുന്നെങ്കിൽ പിന്നെ ആ വേദന വന്ന എന്നാലും ഞാൻ അവിടെ വരുന്നതിന് മുമ്പ് കാല് ഇങ്ങനെ തൂക്കി ഇട്ടിട്ട് എഴുന്നേറ്റ് നടക്കുമ്പോ ചട്ടിയായിരുന്നു ഞാൻ നടന്നുകൊണ്ടിരുന്നല്ല വേദന ഉപ്പുറ്റിക്ക്. അപ്പൊ എന്നാലും ഞാൻ അവിടെ വന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം എനിക്ക് ആ വേദന കുറവുണ്ടെന്നല്ല, ഇപ്പൊ വേദന ഇല്ല. ദൈവം അതിന് സൗഖ്യം തന്നു. ഓ നന്ദി യേശു. ഇത് വലിയൊരു സാക്ഷ്യമാണ് പ്രിയ സഹോദരി പറഞ്ഞത്. കൈക്ക് വേദന ഉണ്ടായിരുന്നു. എത്ര നാളെ സിസ്റ്റർ വേദന ഉണ്ടായിരുന്നായിരുന്നു പറഞ്ഞേ? ഈ ഷോൾഡറിന് ഇങ്ങനെ അത് ഒത്തിരി നാളായതല്ല, എങ്കിലും ഇടയ്ക്ക് ഇങ്ങനെ ഇടറിയ പോലത്തെ ഇങ്ങനെ വേദന ഉണ്ടായിരുന്നു. കാലിന്റെ ബുദ്ധിമുട്ടോ? കാലിന്റെ ബുദ്ധിമുട്ട് ഞാൻ ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോ കാല് തൂക്കിയിട്ടിട്ട് പിന്നെ എഴുന്നേറ്റ് നടന്ന് കഴിയുമ്പം കുട്ടിക്ക് വേദന ഉണ്ടായിരുന്നു. എന്നാൽ അതിപ്പോ സൗഖ്യമായി, അതിന് വേദന ഇല്ല. നന്ദി യേശു. ഇത് വലിയ രണ്ട് സാക്ഷ്യമാണ് പ്രിയ സഹോദരി പറഞ്ഞത്. കാലിന് വേദന ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നടക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാലിന് ഉപ്പൂറ്റിക്ക് ഭയങ്കര വേദന ഉണ്ടായിരുന്നു. എന്നാൽ യേശു ഇന്നലെ ആ പ്രാർത്ഥനയിൽ, കോട്ടയത്തെ പ്രാർത്ഥനയിലും അതിന് മുമ്പും കർത്താവ് സൗഖ്യമാക്കി കൊടുത്ത അത്ഭുത രണ്ട് വിടുതലിന് നന്ദി പറയുന്നു, സൗഖ്യത്തിന് നന്ദി പറയുന്നു. ഇനിയും കർത്താവ് അനേകരെ വിടുവിക്കുവാൻ നിങ്ങൾ ഉപയോഗിക്കും. ഗോഡ് ബ്ലസ് യു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ വിശ്വസിക്കുന്നവർ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞാട്ട് വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം